ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. എന്റെ വോയിസ് ഓക്കെ ആണോ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. വോയിസ് ഓക്കെ ആണോ എന്നുള്ളത്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ നമ്മുടെ തിയററ്റിക്കൽ ആയിട്ടുള്ള തിയറി ഏരിയയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞതാണ്. ഇതിലെ പ്രോബ്ലം ആണ് നമ്മൾ വീണ്ടും ഇതിന്റെ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നത്. എന്നാലും ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉദാഹരണത്തിന് ഒരു കമ്പനി, രണ്ട് കമ്പനികളുണ്ട്. ഉദാഹരണം എന്താണ്, ഇവിടെ ഒരു എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴെ നമുക്ക് ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഡീറ്റെയിലും കൊടുക്കാം. ബി ലിമിറ്റഡ്. ഇങ്ങനെ രണ്ട് കമ്പനികൾ നമുക്കുണ്ട്. ഈ രണ്ട് കമ്പനികളുടെയും ബാലൻസ് ഷീറ്റ് നമ്മൾ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് എൻ്റെയും ബിൻ്റെയും ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഒരൊറ്റ ബാലൻസ് ഷീറ്റ് ആയിട്ട് നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നും. ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും മറ്റെല്ലാ ഡീറ്റെയിലും ചെയ്യുമ്പോൾ അതിനെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പൊ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പാരന്റ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനികളുടെയും ഒന്നാകെ ഒരൊറ്റ സിംഗിൾ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോലെ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താ പാരന്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൽ 51% ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എ ലിമിറ്റഡ് പാരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയാണ്. പാരന്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയാണ്. ബി ലിമിറ്റഡ് ഇവിടെ സബ്സിഡിയറി കമ്പനിയാണ്. അപ്പൊ 50% കൂടുതൽ ഷെയർ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഹോൾഡ് ചെയ്യുന്ന കമ്പനിനെ ഹോൾഡിംഗ് അല്ലെങ്കിൽ പാരന്റ് എന്നും, ആരുടെ ഷെയർ ആണോ ഹോൾഡ് ചെയ്തത് അങ്ങനെ ആ ഷെയർ ഹോൾഡ് ചെയ്യപ്പെട്ട കമ്പനിനെ സബ്സിഡിയറി കമ്പനി എന്നും പറയും. ഇതൊക്കെയാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മൾ പാരന്റ് കമ്പനിയും സബ്സിഡിയറി കമ്പനിന്റെ ഒക്കെ രീതി ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള കുറച്ച് ടേമുകളും അതുപോലെ തന്നെ അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തതാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. മറ്റൊരു കൺസെപ്റ്റ് ആണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. മറ്റൊന്നാണ് ഗുഡ്വിൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ എന്താ പറയാ, കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്നും പറയും. കോസ്റ്റ് ഓഫ് കൺട്രോൾ. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ചിലപ്പോ വരുന്ന സാധനമാണ് ഗുഡ്വില്ല്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉണ്ടാവുക ക്യാപിറ്റൽ റിസർവിന്റെ കാൽക്കുലേഷൻ ആണ് ക്യാപിറ്റൽ റിസർവ്. അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. ഇനി നമുക്ക് പറയേണ്ടത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഇത്തരം കാൽക്കുലേഷൻസ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഡിസ്കഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഇതിൽ വരുന്ന നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരെയുള്ള കാൽക്കുലേഷൻസും മറ്റു കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഓരോ ഡിസ്കഷനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി പോകണം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. എന്താണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്? ആ ബുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ
പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് നമ്മൾ നോക്കാം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി അക്വയർ ചെയ്യപ്പെടുന്നതിന് മുൻപ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഒന്നാമത്തെ കേസ് എടുക്കാം. ഒരു കമ്പനിനെ അക്വയർ ചെയ്യുന്നത്, ഒരു ഡേറ്റ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്യാൻ പോവാണ്. എന്നാ അക്വയർ ചെയ്യുന്നത്? ഡേറ്റ് നോക്കാം. 1/4/2025. ഇവിടെ ഡേറ്റ് 31/3/2025. അപ്പൊ ഈ കമ്പനിനെ അക്വയർ ചെയ്യുന്നത് അവർ വർഷം കാത്തു നിന്ന് ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് എന്ത് ചെയ്യുന്നത്? അക്വയർ ചെയ്യുന്നത്. അതായത് 1/4/2025 തന്നെയാണ് അക്വയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1/4/2025 മുൻപുള്ള പ്രോഫിറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റും. അതായത് ഈ ഒരു കാലയളവിലുള്ള പ്രോഫിറ്റ്. കാരണം ഈ കമ്പനിനെ അക്വയർ ചെയ്യുന്ന ഡേറ്റ് ഏതാ? ഈ കമ്പനിനെ അക്വയർ ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ് 1/4. അപ്പൊ അതിന് മുൻപ് കമ്പനിക്കുള്ള പ്രോഫിറ്റ്, റിസർവ്, സർപ്ലസ്, ജനറൽ റിസർവ്, ഇതിലുള്ള എല്ലാ ഫണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റും നോർമൽ കേസിൽ. ഇനി അതേസമയം നമ്മൾ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് 1/4/2025 ഇത് 31/3/2025. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്യുന്നത് 31/8/2025. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പീരീഡ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഈ ഒരു വർഷത്തിന്റെ ഇടയിലുള്ള ഈ ഏരിയയും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഭാഗമാണ്. അപ്പൊ ഇത്രയും ഏരിയ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. എന്തിനാണ് ഇത് ഇങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഈ ഏരിയ അതായത് നമ്മുടെ 1/4/2028 വരെയുള്ള ഈ ഏരിയന്റെ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സംഖ്യ ഡയറക്റ്റ് എടുത്താൽ തന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പക്ഷെ ഒരു കമ്പനി അതിന്റെ ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെയുള്ള, അതായത് അക്വയർ ചെയ്ത 1/4 മുതൽ അക്വയർ ചെയ്യപ്പെട്ട ഡേറ്റ് വരെയുള്ള സെപ്പറേറ്റ് പ്രോഫിറ്റ് ഒന്നും കമ്പനിന്റെ അടുത്ത് ഉണ്ടാവില്ല. നേരെ മറിച്ച് കമ്പനിന്റെ അടുത്തുള്ള പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാവുക? കമ്പനിന്റെ കയ്യിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് ഈ ഒരു പീരീഡിന് മൊത്തത്തിലായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക. ഈ ഒരു പീരീഡിന് മൊത്തത്തിലായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക. അതിൽ നിന്നും നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടുള്ള പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ടുള്ള ഇത്രയും ഏരിയയുടെ പ്രോഫിറ്റ് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അത്ര മാത്രമേ അതുള്ളൂ. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് എത്രയാണ് നോക്കിയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നേ ഉള്ളൂ. ഓക്കെ. ഇനി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇതിന്റെ കൂടെ തന്നെ പറയാൻ പറ്റും. അക്വയർ ചെയ്യപ്പെട്ട്, ഒന്നാമത്തെ കേസിൽ അക്വയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പീരീഡ് ഉണ്ടല്ലോ, ഇത് ഈ മുഴുവൻ പീരീഡ്, ഇതിനെ നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയും. രണ്ടാമത്തെ കേസിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഏരിയയാണ്? ഈ ഏരിയ മാത്രമേ പോസ്റ്റ് അക്വിസിഷനിൽ വരുള്ളൂ. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള പോസ്റ്റ് അക്വിസിഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ്. അപ്പം ഡിസ്കഷൻ ഓക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ കൺസെപ്റ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ കൺസെപ്റ്റ് എന്നുള്ളത്. ഇപ്പോ ഇതിന്റെ തിയററ്റിക്കലി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? അതിന്റെ തിയറി ഭാഗം ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അതിന്റെ ഒരു ന്യൂമറിക്കൽ ആസ്പെക്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സ് എടുക്കാം. ആദ്യം വീണ്ടും നമ്മൾ എ ലിമിറ്റഡിനെയും ബി ലിമിറ്റഡിനെയും കൊണ്ടുവരാം. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്തത് 1/4/2025 ഡേറ്റ് ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ ഇയറിന്റെ ഓപ്പണിങ്ങിലാണ്. ഇനി നോക്കാം, 1/4/2025 കമ്പനിന്റെ അടുത്തുള്ള പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് എല്ലാം കൂടിയതാണ്. ജനറൽ റിസർവിൽ ഒരു 50,000 രൂപ ഉണ്ട്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കമ്പനിന്റെ അടുത്ത് ഒരു 70,000 രൂപയുണ്ട്. ഓക്കെ, ഇനി വർഷം അവസാനിച്ചപ്പോ 31/3/2026 എടുത്തപ്പോ കമ്പനിന്റെ ജനറൽ റിസർവിൽ മാറ്റമൊന്നുമില്ല, 50,000 തന്നെയാണ്. പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര ആയി മാറിയിട്ടുണ്ട്? 70,000 ഉണ്ടായത് ഇപ്പം 1,30,030 ആയി മാറിയിട്ടുണ്ട്. 1,30,000 ആയി മാറിയിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പനിനെ അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ്. കമ്പനി അക്വയർ ചെയ്യുന്നത് 1/4/2025 ആണ്. അപ്പൊ അക്വയർ ചെയ്ത ഡേറ്റ് ഏതാ? 1/4/2025 നമ്മുടെ ഡാറ്റ കൃത്യമായി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 1,20,000 നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. എന്നാൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ജനറൽ റിസർവിൽ 50,000 ഉണ്ട്, വർഷം അവസാനിപ്പിച്ച 50,000 തന്നെ. ജനറൽ റിസർവിലേക്ക് അഡീഷൻ ഒന്നും വന്നിട്ടില്ല. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 70,000 ഉണ്ടായത് 1,30,000 ആയിട്ടുണ്ട്. അപ്പൊ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇതിൽ വന്ന ഇൻക്രിമെന്റ് ആയിട്ടുള്ള 60,000 രൂപ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റുമാണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 1/20 ആണെങ്കിൽ ഇത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് 60,000 രൂപ. മാറ്റം വന്ന സംഖ്യ എത്രയാണോ അതാണ് ഈ വർഷം ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ്. മറ്റത് അതിനു മുൻപേ ഉള്ള പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ എക്സ്ട്രാ വന്ന 1/30 പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. 1/30 എക്സ്ട്രാ വന്ന എമൗണ്ട് ആയ 60,000 പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ഈ ഡിസ്കഷൻ ക്ലിയർ ആണോ അല്ലേ എന്ന് പറഞ്ഞു? ഈ ഡിസ്കഷൻ ഓക്കെ ആണോ അല്ലേ? സാറ് 1,30,30,000 50,000 അല്ലേ പോവാന്? എന്താ അങ്ങനെ പറയാൻ കാരണം? 50,000 അല്ലേ എഴുതിന സാറ് ജനറൽ റിസർവ്? 50,000 ജനറൽ റിസർവില് കഴിഞ്ഞ വർഷം 50,000 ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 70,000 ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 1,30,030 ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പീരീഡിൽ 1/4 ഈ 31/1 ഇടയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സംഖ്യ ജനറൽ റിസർവിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ജനറൽ റിസർവിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 70,000 ഉള്ളത് 1/30 ആയി. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ ഒരു പീരീഡിൽ നമ്മൾ അധികം 60,000 എയിം ചെയ്തു. അതാണ് അക്വിസിഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്. അതുകൊണ്ട് അതിനെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയും. ഓക്കെ ആണോ? ഇത് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഓൾറെഡി പോസ്റ്റ് അക്വിസിഷൻ പീരീഡിലുള്ളതാണ്. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ അടുത്ത് എത്ര ഉണ്ട്? 1,80,000 ഉണ്ട്. ഓക്കെ, ആ 1,80,000 തുടങ്ങുമ്പോ എത്ര ഉണ്ട്? 1/20 ഉണ്ട്. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 1/80 1/20 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എത്രയാണോ അത് തന്നെയാണ് 60,000. അതാണ് നമ്മുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. യെസ്. അപ്പൊ അങ്ങനെയാണ് പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ ഇനി എങ്ങനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ 1 നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് വായിച്ചു നോക്കൂ. On 1st April 2025, subsidiary ABC Limited has 90,000. സബ്സിഡിയറിന്റെ ഫണ്ടാണ് കേട്ടോ കാണുക, അല്ല പാരന്റിന്റെ അല്ല. 90,000 രൂപ ഉണ്ട് ആസ് സർപ്ലസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അത് 1/4/2025 സർപ്ലസ് എത്ര ഉണ്ട്? 90,000 രൂപ ഉണ്ട്. While on 31st March 2026 the balance in the surplus എത്ര ആയി മാറിയിട്ടുണ്ട്? 1,50,000 ആയി മാറിയിട്ടുണ്ട്. 90,000 ഉള്ളത് 1,50,000 ആയി മാറിയിട്ടുണ്ട്. എച്ച് ലിമിറ്റഡ് അക്വയർഡ് 80% ഓഫ് ഷെയർസ് ഓഫ് ABC. ABCന്റെ എത്ര ശതമാനം? എച്ച് ലിമിറ്റഡ് ABCയുടെ എത്ര ശതമാനമാണ് അക്വയർ ചെയ്തത്? മുഴുവനും എടുത്തോ? ഇല്ല, 80% അക്വയർ ചെയ്തിട്ടുണ്ട് എച്ച് ലിമിറ്റഡ്. എന്ന് അക്വയർ ചെയ്തത് 1/7/2025 1/7/2025 അക്വയർ ചെയ്തത്. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും അതുപോലെ തന്നെ എച്ചിന്റെ ഷെയറും ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും അതുപോലെ തന്നെ എച്ചിന്റെ ഷെയറും ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നല്ല പോലെ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ഇപ്പൊ പറഞ്ഞ കാര്യം? ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനെ അക്വയർ ചെയ്ത ഡേറ്റ് ഒന്ന് നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്യാം. അക്വയർ ചെയ്തത് 1/7/2025
1/4/2025 കമ്പനിന്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ 31/3 പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അത് ഞാൻ ഈ നേരത്തെ വരച്ച പോലെ തന്നെ ഇതൊന്ന് കൃത്യമായി വരച്ചെടുക്കാം. എന്താണ് 1/4/2025 കമ്പനിന്റെ പ്രോഫിറ്റ് 90,000 രൂപയാണ്. എന്നാൽ 31/3/2026 വർഷം അവസാനിക്കുമ്പം കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയായി മാറി? 1,50,000 രൂപയായി മാറിയിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം നമ്മൾ പിന്നെ കണ്ടത് എന്താണ്? 1/7/2025 കമ്പനിനെ അക്വയർ ചെയ്തു. ഈ ഒരു പീരീഡിൽ കമ്പനി അക്വയർ ചെയ്തു. ഇത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു പീരീഡ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് പീരീഡ് ആണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള പീരീഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. യെല്ലോയിൽ കാണിച്ചത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ പീരീഡാണ്. അപ്പോ പ്രീ അക്വിസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രമല്ല, ഏതും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇതിന് മുൻപുള്ള ഏരിയയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് പ്രോഫിറ്റ് ഓൺ 1/4/2025 പ്രോഫിറ്റ്. ഇത് കൃത്യമായും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. കാരണം എന്താ? കമ്പനി അക്വയർ ചെയ്യുന്നതിന് മുമ്പേ അത്ര ഉണ്ട്. ഇനി 1/7/2025 വരെയുള്ള പ്രോഫിറ്റ് കാണണം. അതെങ്ങനെ കാണും? പ്രോഫിറ്റ് അപ് ടു 1/7/2025 അതെങ്ങനെ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് മൊത്തത്തിൽ എടുക്കാം. ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എത്ര? എന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൊത്തം പ്രോഫിറ്റ് തുടങ്ങുമ്പോൾ 90,000 ആയിരുന്നു, അവസാനിച്ചപ്പം 1.50 ഉണ്ട്. അപ്പൊ ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എത്ര? 60,000 രൂപയാണ്. 2.40. ഈ വർഷം തുടങ്ങുമ്പോൾ 90,000 ഉണ്ട്. ഈ വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ക്യാപിറ്റൽ 1.50. അപ്പം ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 60,000. പ്രോഫിറ്റ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നൊന്നും ചിന്തിക്കരുത്. അതൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മാത്രം ചിന്തിക്കാം. 90,000 ഉണ്ടായിരുന്ന ക്യാപിറ്റൽ ഇപ്പോൾ 1.50 മാറിയിട്ടുണ്ട്. അപ്പൊ 60,000 ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ വർഷം നമ്മൾ പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ. നമ്മൾ ഈ പീരീഡിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് അതെങ്ങനെ കിട്ടി? 1,50,000 ഉണ്ടായിരുന്നു. അതിൽ നിന്നും ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെയുള്ള പൈസ എന്ത് ചെയ്തു? പ്രോഫിറ്റ് കുറച്ചു. ബാക്കി ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഓരോന്ന് എടുത്തോളൂ. നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു 10,000 രൂപ പൈസയുമായിട്ടാ പോയത്. തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ 50,000 രൂപ ഉണ്ട്. അതിനർത്ഥം നിങ്ങൾ ഈ ദിവസം ഉണ്ടാക്കിയത് 60,000 എന്നാണോ? അതല്ല ഈ ദിവസം നിങ്ങൾ ഉണ്ടാക്കിയത് 40,000 എന്നാണോ പറയാ? 40,000 എന്നല്ലേ പറയാ. അല്ലാതെ ഉണ്ടായ പൈസയും പിന്നെ തിരിച്ചു വന്നപ്പം പോക്കറ്റിൽ എണ്ണി നോക്കിയപ്പോൾ 50,000 ഉണ്ട്, ടോട്ടൽ എൻ്റെ അടുത്ത് 60,000 എന്ന് പറയാൻ പറ്റൂലല്ലോ. ടോട്ടൽ എൻ്റെ അടുത്ത് 50,000 തന്നെ ഉള്ളൂ. എൻ്റെ അടുത്ത് ഈ ദിവസം ഞാൻ പോയി വന്നപ്പോൾ എനിക്ക് പുതുതായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ 40,000 രൂപയാണ്. അപ്പൊ ഈ 60,000 രൂപ എന്ന് പറയുന്നത് 12 മാസത്തേക്കുള്ള പ്രോഫിറ്റ് ആണ്. 12 മാസത്തേക്കുള്ള പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഈ പീരീഡ്, അതായത് പ്രീ അക്വിസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം മുഴുവനുണ്ട്, മെയ് മാസം മുഴുവനുണ്ട്, ജൂൺ മാസം മുഴുവനുണ്ട്. ജൂലൈ എന്ന് പറഞ്ഞാൽ 7ാം മാസം തുടക്കമാണ്. അപ്പൊ അത് എടുക്കാൻ പറ്റൂല. അപ്പൊ അതിൽ 3 മാസത്തേക്കുള്ള പ്രോഫിറ്റ് മാത്രം കാണാം. 60,000 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 12, അതായത് ഒരു മാസത്തെ പ്രോഫിറ്റ് 60,000 ഡിവൈഡ് ബൈ 12 ചെയ്താൽ നമുക്ക് ഒരു മാസത്തെ പ്രോഫിറ്റ് കിട്ടും. അതിലേക്ക് നമ്മൾ 3 മാസത്തേത് കാണാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15,000 എന്ന് കിട്ടും. ടോട്ടലി നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,05,000 രൂപയാണ്. നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? 1,05,000 രൂപയാണ്. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ചോദിച്ചു, എച്ചിന്റെ ഷെയർ എത്രയാണെന്ന്. എച്ചിന്റെ ഷെയർ എന്ന് പറയുമ്പോൾ 1,05,000ന്റെ 80% എച്ചിനുള്ളൂ. അപ്പൊ 1,05,000ന്റെ 80% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് 84,000 രൂപയാണ്. 84,000 രൂപയാണ്. ഈ 84,000 രൂപയാണ് ഈ 1,05,000 പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ എച്ചിനുള്ളത്. എത്ര? 84,000 രൂപയാണ്. ഇനി ഈ ഡിസ്കഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും ഏരിയയിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം.
സാറേ ആ എച്ചിന്റെ ഷെയർ കിട്ടിയത് അങ്ങനെ ഒന്നുകൂടി പറയോ? എച്ചിന് കമ്പനിയിൽ എത്രയാണ് വിഹിതം ഉള്ളത്? എച്ച് ലിമിറ്റഡ് അക്വയർഡ് 80% ഓഫ് ഷെയർസ് അല്ലെ? എച്ച് ലിമിറ്റഡ് ABC ലിമിറ്റഡിന്റെ എത്ര ശതമാനം എടുത്തത്? 80%. അപ്പൊ എച്ച് ലിമിറ്റഡിന്റെ മുഴുവൻ ഭാഗവും എ ലിമിറ്റഡിന് കിട്ടുമോ? എ ലിമിറ്റഡിന്റെ മുഴുവൻ അസറ്റിന്റെ മുഴുവൻ ഭാഗവും എച്ച് ലിമിറ്റഡിന് കിട്ടുമോ? 80% അല്ലേ കിട്ടുള്ളൂ. അപ്പം ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ അയാൾക്കുള്ള വിഹിതം 84,000 രൂപയാണ്. ഓക്കെ ആണോ? അതിന്റെ 80% കാണും. യെസ് ഓർ നോ? ഓക്കെ ആണ് സാർ. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാണുന്ന ഒന്നാമത്തെ രൂപം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്ന് നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇവിടെ തന്നെ കാണാം. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, എന്നാൽ ഇവിടെ തന്നെ കാണാൻ പറ്റും. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് നമുക്കറിയാം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഏരിയ? ഈ യെല്ലോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഏരിയ മാത്രമാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ആ പീരീഡിൽ നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് കാണാൻ എന്താ ചെയ്യാം? രണ്ട് രീതി ചെയ്യാം. നമ്മുടെ പ്രോഫിറ്റ് ഡ്യൂറിങ് ദ 1/4/2025 മുതൽ 31/3/2026 വരെ നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എത്ര? അത് നമ്മൾ പറഞ്ഞു 60,000 രൂപയാണ്. ഈ 60,000-ത്തിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ കണ്ടു 15,000 ആണ്. 15,000 ആണ്. അപ്പൊ ബാക്കി 45,000 രൂപയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് മറ്റൊരു രീതിയിലും കാണാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 60,000 ആണ് നമ്മുടെ ഒരു വർഷത്തെ മുഴുവൻ പ്രോഫിറ്റ്. അതിൽ 9 മാസത്തെ പ്രോഫിറ്റ് പോസ്റ്റ് അക്വിസിഷൻ. 9 എങ്ങനെ കിട്ടി? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 9 മാസത്തെ പ്രോഫിറ്റ്. അങ്ങനെ 60,000 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ 45,000 കിട്ടും. രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ വരും. ഇതാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പോസ്റ്റ് അക്വിസിഷൻ അക്വയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ്, അതായത് ഇതൊരു വർഷത്തെ മുഴുവൻ പ്രോഫിറ്റ് ആണ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/7/2025 മുതൽ 31/3/2026 വരെയുള്ള പ്രോഫിറ്റിനാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലും നമ്മൾ കണ്ടു. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറഞ്ഞോളൂ. ഓക്കെ ആണ് സാർ. കൺഫ്യൂഷൻ ഉള്ളവർ ചോദിക്കണേ. ഇനി നമ്മൾ എന്താണ് ഇതിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി. ഇതേപോലത്തെ കുറെ എണ്ണം എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ പ്രത്യേകിച്ച് അഡീഷണലി ഒന്നും ഇങ്ങനെ പറയാനില്ല. നമ്മൾ ഇനി കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വില്ലിലേക്ക് പോകണം. പ്രീ അക്വിസിഷൻ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ ക്ലിയർ ആണ് എന്ന വിശ്വാസത്തോടു കൂടെ നമ്മൾ മുന്നോട്ട് പോവാണ്. നിങ്ങൾ കരുതും പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ ആ 1/7/2025 വരെ ഒരു പ്രോഫിറ്റും മറ്റേ അവിടുന്ന് അങ്ങോട്ട് മറ്റേ പ്രോഫിറ്റ് അല്ലേ പോസ്റ്റ് അക്വിസിഷൻ? അതെ അതെ. ഇനിയും നമ്മൾ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും നമുക്ക് ഇതിലുള്ള ഓരോ ടോപ്പിക്കും പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇനിയും നമ്മൾ ഓരോ പറയുന്ന സമയത്തും ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും മറ്റൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇതെന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലൊക്കെ നമുക്കത് ഒരുപാട് ഇനിയും വരാനുണ്ട്. അപ്പൊ ഇനി നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷനിലേക്കാണ് പോകുന്നത്. അതെന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ് വിൽ കാൽക്കുലേഷന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഓക്കെ. അപ്പൊ അതിനുവേണ്ടി നീ ഒരു എക്സാമ്പിൾ നല്ല പോലെ നോക്കുക. ഉദാഹരണം, ഒരു കമ്പനിനെ അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിനെ നമ്മൾ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിന്റെ ആസ്തികൾ നമുക്ക് കിട്ടിയെന്നും അതേപോലെ തന്നെ ആ കമ്പനിയുടെ ബാധ്യത നമ്മൾ ഏറ്റെടുത്തു എന്നുമാണ്. കമ്പനിന്റെ അസറ്റ് നമ്മൾക്ക് കിട്ടി, അതുപോലെ തന്നെ അതിന്റെ ബാധ്യതകൾ നമ്മൾ ഏറ്റെടുത്തു എന്നുമാണ്. അല്ലാതെ കമ്പനിനെ വാങ്ങി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കമ്പനിക്ക് ഉണ്ടാവുന്ന ആസ്തികൾ മുഴുവൻ നമ്മുടേതായി മാറി. അതേപോലെ തന്നെ ബാധ്യതയും നമ്മൾ ഏറ്റെടുക്കണം. ആസ്തി ഏറ്റെടുത്താൽ മാത്രം പോരല്ലോ, ബാധ്യതയും ഏറ്റെടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു കമ്പനിനെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് അസറ്റ് ആണ്. എന്താ കിട്ടുന്നത്?
നെറ്റ് അസറ്റ്. എന്താ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ അസറ്റിൽ നിന്നും എന്തൊക്കെയാണോ അസറ്റുകൾ ഉള്ളത് ആ അസറ്റിൽ നിന്നും ബാധ്യത ലയബിലിറ്റി കുറച്ചാൽ കിട്ടുന്ന എമൗണ്ട്. രണ്ട് വ്യത്യസ്ത രീതിയിൽ കാണാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനുള്ളതാണ് അസറ്റിൽ നിന്നും ലയബിലിറ്റി കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്താണോ അതാണ് നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്. നെറ്റ് അസറ്റ് എന്താന്ന് മനസ്സിലായോ? ഒരു കമ്പനിനെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ നെറ്റ് അസറ്റ് ആണ്. നെറ്റ് അസറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫിഗേഴ്സ് ഒക്കെ നമുക്ക് ഇട്ടുവരാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ നെറ്റ് അസറ്റ് വാങ്ങുന്നതിന് നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് പർച്ചേസ് കൺസിഡറേഷൻ. എന്താ പർച്ചേസ് കൺസിഡറേഷൻ? ഈ നെറ്റ് അസറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് എത്ര രൂപ കൊടുത്തു. എടാ, ഒരു കമ്പനിനെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്കിത് കിട്ടും എന്ന് പറയുമ്പോൾ അതിന്റെ പഴയ ഓർഡേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൊടുത്ത് അവരെ പിരിച്ചുവിടണ്ടേ? ആ പൈസനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകുന്നത്. ഒരു കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ കയ്യിലുള്ള അസറ്റ് 5 ലക്ഷം രൂപ അസറ്റ് ഉണ്ട്. ലയബിലിറ്റി എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ അറിയിക്കേണ്ട ഒരു കാര്യം, നെറ്റ് അസറ്റ് എത്രയാണെന്നൊന്ന് അറിയിക്കുക. നെറ്റ് അസറ്റ് അത് അറിയിച്ചോളൂ. അപ്പോഴേക്ക് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. കമന്റിൽ പറഞ്ഞാൽ മതി. അപ്പോഴേക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ നെറ്റ് അസറ്റ് എത്രയാണെന്നാണ് അറിയേണ്ടത്. കമ്പനി ഈ 5 ലക്ഷം അസറ്റും ലയബിലിറ്റി 1 ലക്ഷം കിട്ടാൻ വേണ്ടി കമ്പനി കൊടുത്ത പൈസ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് 4,50,000 രൂപയാണ്. 4,50,000 രൂപയാണ് നെറ്റ് അസറ്റ്. എല്ലാവരും കമന്റ് ചെയ്ത പോലെ എന്താണ്? 4 ലക്ഷം രൂപയാണ് നെറ്റ് അസറ്റ്. അതെങ്ങനെ കിട്ടി? അസറ്റായ 5 ലക്ഷത്തിൽ നിന്നും ലയബിലിറ്റി ആയിട്ടുള്ള 1 ലക്ഷം കുറച്ചപ്പോൾ കിട്ടിയ സംഖ്യയാണ് നെറ്റ് അസറ്റ്. അപ്പൊ കമ്പനിക്ക് കിട്ടുന്നത്, ഈ കമ്പനിനെ വാങ്ങുമ്പോൾ കിട്ടുന്നത് 4 ലക്ഷം രൂപയുടെ ആസ്തിയാണ്, നെറ്റ് അസറ്റ് ആണ്. അതിന് കമ്പനി എന്താ പേ ചെയ്ത്? 4,50,000 രൂപ പേ ചെയ്തു. 4,50,000 രൂപ പേ ചെയ്തിട്ട് എന്താ കിട്ടുന്നത്? 4 ലക്ഷം മൂല്യമുള്ള അസറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ അഡീഷണലി ഒരു 50,000 രൂപ കൊടുത്തിട്ടില്ലേ? ഏറെ കൊടുത്തിട്ടില്ലേ? പർച്ചേസ് കൺസിഡറേഷൻ നെറ്റ് അസറ്റിനെക്കാളും കൂടുതലായിട്ട് എത്ര വന്നിട്ടുണ്ട്? 50,000 രൂപ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുഡ്വിൽ. അതായത് ഈ കമ്പനിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അതിന് നമ്മൾ അഡീഷണലി പൈസ കൊടുത്തതാണ് 50,000. അതായത് ഈ കമ്പനിയുടെ കൺട്രോൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെലവാക്കിയ പൈസയാണ് ഈ ഗുഡ്വില്ലായ 50,000 രൂപ. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ കൺട്രോൾ കിട്ടാൻ വേണ്ടി പൈസ ചെലവാക്കിയത് കൊണ്ട് ഇതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് അസറ്റിനെക്കാളും പൈസ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ഡൗട്ട് ചോദിച്ചോട്ടെ? കംപ്ലീറ്റ് ചെയ്യാം. നെറ്റ് അസറ്റിനെക്കാളും നമ്മൾ എന്താണോ അഡീഷണലി പേ ചെയ്തത്, ആ അഡീഷണലി ചെയ്ത പേയ്മെന്റ് നമുക്ക് എന്തായി മാറും? ഗുഡ്വിൽ ആയി മാറും. ഇനി ചോദിച്ചോളൂ. സാറേ, ഇതിപ്പോ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്ത 2 മാർക്കിന് എങ്ങനെയാ വന്നത്? ഇതിപ്പോ ഇങ്ങനെ എഴുതിയാ പോലെ, പർച്ചേസ് കാൽക്കുലേഷൻ മൈനസ് നെറ്റ് അസറ്റ് എഴുതിയാ പറ്റില്ല? യെസ്. നോർമലി ക്വസ്റ്റ്യൻ നോക്കണം. ഈ മെത്തേഡ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ഡാറ്റ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വേറെ എന്തെങ്കിലും ഡാറ്റ ആണെങ്കിൽ മറ്റു മെത്തേഡ് കൊടുക്കേണ്ടി വരും. എന്താണോ ഡാറ്റ ഉള്ളത് അത് വെച്ച് ചെയ്യാം. ഇനി 2 മാർക്കിൽ തിയറി ഒക്കെ ചോദിക്കുമ്പോ ഇങ്ങനെ എഴുതിയാ പോരെ അല്ലേ? സിമ്പിൾ ആയിട്ട്. എന്താണ് ഗുഡ്വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് കൺസിഡറേഷനെക്കാളും നെറ്റ് അസറ്റിനെക്കാളും എന്താണോ എക്സസ് ആയി പേ ചെയ്തത് അതിന് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയും. എന്നിട്ട് ഇത് കൊടുത്താലും മതി. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസറ്റ്. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാണ്. അതായത് ഇതേ കേസ് തന്നെയാണ്. കമ്പനിന്റെ ഫിക്സഡ് അസറ്റ് 4 ലക്ഷം രൂപ ഉണ്ട്. 4 ലക്ഷം രൂപ ഫിക്സഡ് അസറ്റ്. കറന്റ് അസറ്റ് 2 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ ടോട്ടൽ അസറ്റ് എത്ര വരുന്നുണ്ട്? 6 ലക്ഷം രൂപ വരുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ ടോട്ടൽ അസറ്റ് 6 ലക്ഷം രൂപ ഉണ്ട്. സ്വാഭാവികമായിട്ടും ലയബിലിറ്റി സൈഡിലും 6 ലക്ഷം രൂപ വരണം.
അതിൽ നമ്മൾ നോക്കുമ്പോൾ കറന്റ് ലയബിലിറ്റി 1,00,000 രൂപ ഉണ്ട്. കറന്റ് ലയബിലിറ്റി 1,00,000 രൂപ ഉണ്ട്. അതിന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4,00,000 രൂപ ഉണ്ട്. അതുപോലെ തന്നെ റിസർവ്സ് അതായത് വ്യത്യസ്തമായിട്ടുള്ള റിസർവ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള റിസർവുകൾ 1,00,000 രൂപയുണ്ട്. ഇങ്ങനെയാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ കമ്പനിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 7,00,000 രൂപയാണ്. 7,00,000 രൂപയാണ്. പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് എത്രയാണ്? പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് 7,00,000 രൂപയാണ്. നിങ്ങൾ കമന്റ് ചെയ്തോളൂ, എത്രയാണ് ഇതിന്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത്? കമന്റ് ചെയ്തോളൂ. 7,00,000 രൂപ ചെലവാക്കി, എന്നിട്ട് ഈ കമ്പനിന്റെ കിട്ടിയത് എന്താണ്? നെറ്റ് അസറ്റ് എന്താണ് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, എന്തായിരിക്കും ഇതിന്റെ ഗുഡ്വിൽ എമൗണ്ട്? ഗുഡ്വില് 1 lakh അല്ലേ? 1 lakh ആണോ? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കമ്പനിന്റെ അസറ്റിൽ നിന്നും കമ്പനിയുടെ ലയബിലിറ്റി കുറച്ചാൽ ബാക്കി എമൗണ്ട് ആണ് വരിക. അസറ്റ് എത്രയുണ്ട്? 2 lakh ആണോ വരിക? 2 lakh ആണ് വരിക. കാരണം കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റും കറന്റ് അസറ്റും ചേർത്തിട്ടുള്ള 6,00,000 രൂപയാണ്. അതിൽ നിന്നും കമ്പനിയുടെ കറന്റ് ലയബിലിറ്റി 1,00,000 രൂപ കുറച്ചു. അപ്പൊ കിട്ടുന്ന 1,00,000 രൂപ കുറച്ചപ്പോ കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്? 5,00,000. ഇതെന്താണ്? നെറ്റ് അസറ്റ് ആണ്. കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ എത്ര? 7,00,000 ആണ്. അപ്പൊ നമ്മൾ 7,00,000 മൈനസ് 5,00,000 ഫൈനലി ഗുഡ്വിൽ 2,00,000 ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി അപ്പൊ നെറ്റ് അസറ്റ് കാണാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച ഒരു മെത്തേഡ് എന്താണ്? ടോട്ടൽ അസറ്റ് നിന്ന് ലയബിലിറ്റി കുറച്ചതാണെങ്കിൽ അതെല്ലാതെയും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവും കൂട്ടുക. സാർ കറന്റ് ലയബിലിറ്റി അല്ലേ കുറക്കണേ? അതെ, കറന്റ് ലയബിലിറ്റി ആണ് കൊടുക്കുന്നത്. ഇനി അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ഇതിന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവും നമ്മൾ എന്ത് ചെയ്യുക? കറന്റ് എന്നല്ല, ഏത് ലയബിലിറ്റിയും കുറക്കാം കേട്ടോ. ഡിബഞ്ചർ ഉണ്ടെങ്കിൽ ഡിബഞ്ചർ ഒക്കെ കുറക്കണേ. ഇപ്പൊ ഇതിലുള്ള ഡാറ്റ കറന്റേ ഉള്ളൂ. ഇത് ഇവിടെ നോക്കുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവും കൂട്ടിക്കഴിഞ്ഞാൽ അതും നമുക്ക് നെറ്റ് അസറ്റ് കാണാനുള്ള മറ്റൊരു മെത്തേഡാണ്. നെറ്റ് അസറ്റ് കാണാൻ വ്യത്യസ്ത മെത്തേഡ് പറഞ്ഞു. ഒന്നെന്താണ്? അസറ്റിൽ നിന്നും അസറ്റ് മൈനസ് ലയബിലിറ്റി ആണെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്താണ്? ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് 5,00,000 കിട്ടുന്നില്ലേ? അപ്പം നെറ്റ് അസറ്റ് കാണാൻ മറ്റൊരു മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡ് പറഞ്ഞു. ഒന്ന് അസറ്റ് മൈനസ് ലയബിലിറ്റി ആണെങ്കിൽ, രണ്ടാമത്തെ മെത്തേഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ് അസറ്റ് കിട്ടും. എങ്ങനെ നെറ്റ് അസറ്റ് കിട്ടിയാലും അത് പർച്ചേസ് കൺസിഡറേഷൻ കുറക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗുഡ്വില്ല് കിട്ടും. ഓക്കെ ആണോ അല്ലേ? ഡിസ്കഷൻ ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറയും. ഓക്കെ ആണ്. ഇനി ഇതേ എക്സാമ്പിളില് നമ്മൾ കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ 7,00,000 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് 4,00,000 കൊടുത്തിട്ടുള്ളൂ. 4,00,000 കൊടുത്തിട്ടുള്ളൂ. കിട്ടുന്ന നെറ്റ് അസറ്റ് 5,00,000 ഉണ്ട്. 5,00,000 ഉണ്ട്. പക്ഷെ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് 4,00,000 ആണ്. നമുക്ക് 5,00,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ബാർഗെയിൻ ചെയ്ത് അതിന് 4,00,000 രൂപക്ക് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ബാർഗെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടിയ ഒരു ഗെയിൻ ഉണ്ട്. ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. അത് എത്രയാണ്? 1,00,000 രൂപയാണ്. ഈ 1,00,000 രൂപനെ നമുക്ക് എന്ത് വിളിക്കാം? ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്നോ അല്ലെങ്കിൽ അതിന്റെ പഴയ പേരായിട്ടുള്ള ക്യാപിറ്റൽ റിസർവ് എന്നോ വിളിക്കാം. അപ്പം നെറ്റ് അസറ്റിനേക്കാളും കുറവാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നെഗറ്റീവ് ഗുഡ്വില്ല് എന്നോ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്നോ ക്യാപിറ്റൽ റിസർവ് എന്നൊക്കെ പറയാം. എന്തൊക്കെ പറയാം? ഒന്ന് നെഗറ്റീവ് ഗുഡ്വിൽ. ഒന്നെന്താണ്? ഈ 1,00,000 രൂപ നെഗറ്റീവ് ഗുഡ്വിൽ ആണ്. നെഗറ്റീവ് ഗുഡ്വിൽ. രണ്ടാമത്തത് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. മൂന്നാമത്തത് ക്യാപിറ്റൽ റിസർവ്. ഗുഡ്വില്ലിന്റെ ഓപ്പോസിറ്റ് ആണ് ക്യാപിറ്റൽ റിസർവ്. ഇതൊരു ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ റിസർവ് വന്നത്. ഇതിന് പുതിയൊരു പേരാണ് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. അതേപോലെ തന്നെ നമുക്ക് പറയാം ഗുഡ്വില്ലിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ഗുഡ്വിൽ. ഇത് ഏതും നമുക്ക് ചോദിക്കാം.
നെഗറ്റീവ് ഗുഡ്വിൽ എന്താണെന്ന് ചോദിക്കുക, ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്താണെന്ന് ചോദിക്കുക, ഇങ്ങനെ പലതും ചോദിക്കാം. നിങ്ങൾക്ക് ഗുഡ്വില്ലിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടോ? അതൊന്ന് പറഞ്ഞേ. കോസ്റ്റ് ഓഫ് കൺട്രോൾ ഗുഡ്വില്ല്, നെഗറ്റീവ് ഗുഡ്വില്ലിലേക്ക് നമുക്ക് വരാം. കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന്റെ വ്യത്യസ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്ന് നോക്കാം. സിറ്റുവേഷൻ 1 എന്താ? വെൻ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ആൻഡ് നെറ്റ് അസറ്റ് അക്വേർഡ് ആർ ഗിവൺ ആൻഡ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കൺസിഡറേഷൻ എത്ര ട്രാൻസ്ഫർ ചെയ്തതെന്ന് തന്നിട്ടുണ്ട്, നെറ്റ് അസറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം. ആൻഡ് കമ്പനി അക്വയർ ചെയ്യുന്ന 100% ഷെയർ അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഡീൽ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസറ്റ് അക്വേർഡ്. നെറ്റ് അസറ്റ് കാണാൻ മറ്റൊരു മെത്തേഡ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, അല്ലെങ്കിൽ നെറ്റ് അസറ്റ് കാണാനുള്ള മറ്റൊരു മെത്തേഡ് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. അങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങൾ എക്സാമ്പിൾ 4 ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു. എക്സാമ്പിൾ 4 പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോ എക്സ് ലിമിറ്റഡ് അക്വേർഡ് 100% ഷെയർ. നമ്മൾ ഈ പറയുന്ന മെത്തേഡ് 100% ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. ബാക്കി സമയങ്ങളിലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സിറ്റുവേഷൻ. എക്സ് ലിമിറ്റഡ് അക്വയർ 100% ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിന്റെ 100% ഷെയറും ഇഷ്യൂ വാങ്ങിയിട്ടുണ്ട്. വിച്ച് ഹാസ് 40,000 ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് മാർക്കറ്റ് പ്രൈസ് 12 per each. അതായത് 40,000 ഷെയർ ഉണ്ട്, അതിന്റെ പ്രൈസ് 10 രൂപയാണ്, പക്ഷെ വാങ്ങിയത് എത്രയാണ്? 12 രൂപക്കാണ് വാങ്ങിയത്. ഓക്കെ. ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എത്ര? അസറ്റ് 4 ലക്ഷം ഉണ്ട്, അസറ്റ് 5 ലക്ഷം ഉണ്ട്, ലയബിലിറ്റി 1 ലക്ഷം ഉണ്ട്. എന്നിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യൂ. പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? 40,000 ഷെയർ, 10 രൂപ വിലയുള്ള 40,000 ഷെയർ കമ്പനി വാങ്ങിയത് മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള 12 രൂപക്കാണ് വാങ്ങിയത്. അപ്പോ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ് എന്നൊന്ന് കമന്റ് ചെയ്യാം ക്വസ്റ്റ്യൻ നോക്കിയിട്ട്. $4,80,000 ആണ്. എങ്ങനെ മനസ്സിലായി? കമ്പനിനെ വാങ്ങാന്ന് പറയുമ്പം ഈ 40,000 ഷെയറിന് 12 രൂപ വെച്ച് കൊടുത്തു. 4,80,000 ആണ് നമ്മുടെ എന്ത് പറയുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. വേണ്ടേ? നെറ്റ് അസറ്റ് പറഞ്ഞോളൂ. നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കമ്പനിന്റെ അസറ്റ് 5 ലക്ഷം രൂപ ഉണ്ട്, ലയബിലിറ്റി എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ നെറ്റ് അസറ്റ് എത്രയാണ്? 4 ലക്ഷം രൂപ. ഒന്നെങ്കിൽ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ കമ്പനിന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് എടുക്കാം. പക്ഷെ ഇവിടെ റിസർവ് ഇല്ല. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര കമ്പനിന്റെ? 40,000 ഷെയർ ഇൻറ്റു 10 ആണ്. 12 നമ്മൾ കൊടുക്കണ്ടെന്ന് എഴുതിയിട്ട് കമ്പനിന്റെ ഇക്വിറ്റി ഷെയർ എത്രയേ ഉള്ളൂ? 4 ലക്ഷമേ ഉള്ളൂ. മാർക്കറ്റിൽ ഉണ്ട് എന്ന് എഴുതിയിട്ട് ഇങ്ങനെയും കാണാം. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റും. അപ്പൊ നെറ്റ് അസറ്റ് കിട്ടി. ഇനി നമുക്ക് ഗുഡ്വിൽ എത്ര എടുക്കാം? 4,80,000 നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ ഉണ്ട്. ആ 4,80,000 നിന്ന് നെറ്റ് അസറ്റ് ആയിട്ടുള്ള 4 ലക്ഷം കുറച്ചാൽ ബാക്കിയാണ് നമ്മുടെ ഗുഡ്വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. യെസ് ഓർ നോ? യെസ്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണേ. സോറി, ഈ സ്റ്റെപ്പ് ഒന്നുകൂടി പറയാം. ലാസ്റ്റ് പറഞ്ഞ ഗുഡ്വിൽ നമുക്ക് കിട്ടിയ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ പർച്ചേസ് കൺസിഡറേഷൻ 4 ലക്ഷത്തി നമ്മൾ പേ ചെയ്തിട്ടുള്ള 4,80,000 ആണെന്നുള്ളതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ.
ഉണ്ടോ? പേ ചെയ്തത് 4,80,000 പറഞ്ഞത് ഓക്കെ ആണോ അല്ലേ എന്ന് പറയും. ഓക്കെ. ഓക്കെ ആണ്. ഇനി നമ്മൾ ഇതിനു വേണ്ടി നമുക്ക് കിട്ടി, ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 5 ലക്ഷം രൂപ അസറ്റും കിട്ടി, 1 ലക്ഷം രൂപ ബാധ്യതയും കിട്ടി. അപ്പൊ നമുക്ക് നെറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ അസറ്റ് എത്രയാണ്? 4 ലക്ഷമേ ഉള്ളൂ. ആ 4 ലക്ഷം നമ്മൾ കുറച്ചപ്പോ ബാക്കി വരുന്ന, അതായത് ഈ 4 ലക്ഷത്തിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി 4,80 കൊടുത്തു. അപ്പൊ അഡീഷണലി കൊടുത്ത 80-നെയാണ് നമ്മൾ ഗുഡ് വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആണോ? ഓക്കെ. ഓക്കെ. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ മറ്റൊരു രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൻ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ആൻഡ് നെറ്റ് അസറ്റ് അക്വേർഡ് ആർ ഗിവൺ ആൻഡ് ദ അക്വയറർ അക്വേർഡ് ലെസ് ദാൻ 100% ഓഫ് ഷെയർസ് ഓഫ് സബ്സിഡിയറി. സബ്സിഡിയറിന്റെ 100% കുറഞ്ഞതേ അക്വയർ ചെയ്തിട്ടുള്ളൂ. അതായത് ഷെയർ 100% ഷെയറും അക്വയർ ചെയ്യുന്നില്ല. എത്ര അക്വയർ ചെയ്യുന്നുള്ളൂ? 80% അല്ലെങ്കിൽ 70% ഷെയർ അക്വയർ ചെയ്യുന്നുള്ളൂ. ഇതൊന്നും പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. 80% അക്വയർ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നേരത്തെ എക്സാമ്പിൾ നെറ്റ് അസെറ്റ് 4 ലക്ഷമാണ്. അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. നെറ്റ് അസെറ്റ് 4 ലക്ഷം അല്ലേ നേരത്തെ എക്സാമ്പിളിൽ, നേരത്തെ ചെയ്ത എക്സാമ്പിൾ. അതില് കമ്പനി അക്വയർ ചെയ്തത് 100% ഷെയർ ഇല്ല. എത്രയേ ഉള്ളൂ? 80% ഷെയറേ ഉള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന നെറ്റ് അസെറ്റ് എത്രയേ ഉണ്ടാവുള്ളൂ? ഈ 4 ലക്ഷം അയാൾക്കുള്ളതാണോ? അതിന്റെ 80% അയാൾക്കുള്ളതോ? അതപ്പോ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ് കാണണം. പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ്. കാരണം എന്താ? അയാൾക്ക് മുഴുവൻ എടുക്കാൻ പറ്റൂല. പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ 4 ലക്ഷത്തിന്റെ 80% നമുക്ക് അർഹത ഉള്ളതുള്ളൂ. അതായത് 3,20,000 ആണെങ്കിൽ 3,20,000 നമുക്ക് അർഹത ഉള്ളൂ. അതിനു വേണ്ടി നമ്മൾ കൊടുത്ത പൈസ 4,80 ആണെന്ന് എക്സാമ്പിൾ നോക്കാം. നമ്മൾ അതിനെ 4,80 കൊടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ് 3,20,000 ആണ്. ബാലൻസ് 1,60,000 നമ്മൾ കൊടുത്ത കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണ്. 4,80 നമ്മൾ കൊടുത്തിട്ടാണ് 3,20ന്റെ പ്രൊപ്പോർഷൻ കിട്ടുന്നത്. അപ്പൊ അഡീഷണലി കൊടുത്ത 1,60 എന്താണ്? ഗുഡ് വില്ലാണ്. ഒന്നുമില്ല, നേരത്തെ കണ്ട അതേ സ്റ്റെപ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം. നമുക്ക് 100% നമ്മൾ അക്വയർ ചെയ്തിട്ടില്ല. നമ്മൾ എത്രേ വാങ്ങുന്നുള്ളൂ? 80% കിട്ടുന്നുള്ളൂ. അപ്പൊ നെറ്റ് അസെറ്റിൽ നമുക്ക് എത്ര അർഹത ഉള്ളൂ? അതിന്റെ 80% അർഹത ഉള്ളൂ. അങ്ങനെ 80% കണ്ടു 3,20. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ടേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മെത്തേഡിൽ നമ്മൾ റിസർവ് ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത്, ചെയ്യാൻ പറ്റൂല എന്നല്ല, പക്ഷെ നല്ലത് എന്താണ്? ഇതേപോലെ കാണാം. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നല്ലോണം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മെത്തേഡാണ് ഇത് ചെയ്യാൻ പോകുന്ന മറ്റൊരു മെത്തേഡ്. നമ്മൾ കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ എടുക്കാതെ എത്ര? 4,80,000 തന്നെയാണ്. പ്ലസ് ഒരു സംഖ്യ കൂട്ടണം. പിന്നെ നമ്മൾ സാധാരണ നെറ്റ് അസെറ്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 4 ലക്ഷം. അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ഒന്നും എടുക്കണ്ട, 4 ലക്ഷം എടുക്കാം. എന്നതിന് ശേഷം ഈ 4,80,000 നമ്മൾ ഒരു സംഖ്യ ആഡ് ചെയ്യുക. ആ ഏതാ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അർഹതയില്ലാത്ത നോൺ കൺട്രോളിങ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അതായത് ഈ നെറ്റ് അസെറ്റിന്റെ മറ്റൊരാളുടെ ഭാഗമാണല്ലോ 20%. ഈ 4 ലക്ഷത്തിന്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് 80% ഉള്ളൂ. അപ്പൊ മറ്റൊരു വ്യക്തികൾക്ക് 20% അല്ലേ? ആ 20% കാൽക്കുലേറ്റ് ചെയ്യുക 80,000. ആ 80,000 ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. രണ്ടും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്, പക്ഷെ മറ്റൊരു മാറ്റം വന്നു. ഇതെന്താ? അപ്പൊ ഇക്വേഷൻ എന്താ? പർച്ചേസ് കൺസിഡറേഷൻ പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസെറ്റ്. ഇനി ഇതിന്റെ പ്രൊപ്പോർഷൻ എടുക്കണ്ട. ആ പ്രൊപ്പോർഷന്റെ എഫക്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് കൺസിഡറേഷന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയും ചെയ്യാം. രണ്ട് മെത്തേഡിലും ചെയ്യാം. ഏതൊക്കെ രണ്ട് മെത്തേഡിലും ഇപ്പൊ ചെയ്തത്? നേരത്തെ ചെയ്ത അതേ എക്സാമ്പിൾ തന്നെയാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ നോക്കുക. സിമ്പിൾ ആണ്, നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി. എന്താണ് നമ്മുടെ ഡിസ്കഷൻ? കമ്പനിന്റെ നെറ്റ് അസെറ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് എന്ന് കരുതുക. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് നെറ്റ് അസെറ്റ്. നെറ്റ് അസെറ്റ് എത്ര ഉണ്ട്? 4 ലക്ഷം രൂപ ഉണ്ട്. ഇതിന് കമ്പനി കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? ഈ പുതിയ അക്വയർ ചെയ്യുന്ന കമ്പനി കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ 4,80,000 ആണ്. എന്നിട്ട് എന്താ കിട്ടിയത്? എ ലിമിറ്റഡ് ആണെങ്കിൽ എ ലിമിറ്റഡ്, ബി ലിമിറ്റഡിനെ വാങ്ങിയിട്ടുള്ളത് മുഴുവൻ 100% വാങ്ങിയില്ല, 80% വാങ്ങിയിട്ടുള്ളൂ.
അപ്പൊ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു. ഒന്നാമത്തെ മെത്തേഡ് എന്താണ്? ഒന്നാമത്തെ നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ ഇവിടെ കൊടുക്കുക. എത്ര? 480 നമ്മൾ കൊടുത്തു. അതിൽ നമുക്ക് നെറ്റ് അസറ്റ് മുഴുവൻ നമുക്ക് കിട്ടുന്നില്ല, അതിന്റെ 80% കിട്ടുന്നുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പ്രപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് കാണാം. പ്രപ്പോർഷനേറ്റ് നമ്മുടെ നെറ്റ് അസറ്റിന്റെ അനുപാതം കാണാം. പ്രപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് എത്ര വരിക? 4,00,000ന്റെ 80% നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ 80% കണ്ടു 3,20,000. അത് നമ്മൾ കുറക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1,60,60,000 ആണ് ഗുഡ്വിൽ എന്ന് കണ്ടെത്താൻ പറ്റും. ഇതല്ലാത്ത രണ്ടാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ എക്സ്ട്രാ പണിയൊന്നും എടുക്കണ്ട. ആകെ കാര്യം ചെയ്യാം, നമ്മളെ പർച്ചേസ് കൺസിഡറേഷൻ ആഡ് ചെയ്യുക, അതിലേക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ നെറ്റ് അസറ്റ് അങ്ങോട്ട് കുറച്ചാൽ മതി. അതെങ്ങനെ വരിക? പർച്ചേസ് കൺസിഡറേഷൻ 4,80,000 ഉണ്ട്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്ര? അതിനുവേണ്ടി നെറ്റ് അസറ്റ് എടുക്കുക. നെറ്റ് അസറ്റ് എത്ര? 4,00,000. ഈ 4,00,000ത്തിൽ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഭാഗം എത്രയാണ്? നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഭാഗം 20% ആ 20% കണ്ടെത്തുക. 20/100 എത്ര? 80,000. ആ 80,000 നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നെറ്റ് അസറ്റ് ക്വസ്റ്റ്യനിൽ തന്നു എത്ര? 4,00,000 ആണ് തന്നത്. ആ 4,00,000 അങ്ങോട്ട് കുറച്ചാൽ മതി. ആ 4,00,000 കുറച്ചാൽ മതി. ഇതിപ്പോ എന്താ ചെയ്തേ? ശരിക്കും ഈ 4,00,000 80,000 കുറച്ചിട്ട് 3,20 എഫക്ട് തന്നെയാണ്. രണ്ടും സെയിം ആണ്. രണ്ട് മെത്തേഡ് എന്നുള്ള രീതിയിൽ ടെക്സ്റ്റിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ 1,60,60,000 തന്നെയാണ് വരിക. രണ്ടും ഒരേ എഫക്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. ഈ നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡും അതേപോലെ തന്നെ നമുക്ക് 100% ഗുഡ്വിൽ ഇല്ല, 100% നമുക്ക് ഷെയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഏരിയ ചോദിച്ചാലും മതി. യെസ് ഓർ നോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഏരിയ പ്രത്യേകം ചോദിക്കാം. അപ്പൊ അവിടെ നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. വാഹിദ് ഓക്കെ ആണോ? ജെയിംസ് ഓക്കെ ആണോ? പിന്നെ എന്തായാലും ഒരാൾ കൂടി. ഓക്കെയാണ് സാർ. വാഹിദിന്റെ അവസ്ഥ എന്താ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ സാന്ദ്ര, നിങ്ങൾ എന്താ അവസ്ഥ പറഞ്ഞോളൂ കേട്ടോ. ഈ എക്സാമ്പിൾ 5 ഒന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ 5 ഇവിടെ 80% തന്നെയാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. എക്സ് ലിമിറ്റഡ് പർച്ചേസ് 80% ഓഫ് ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡ് 80% എന്ത് ചെയ്തിട്ടുള്ളൂ? വാങ്ങിയിട്ടുള്ളൂ. ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്ര വരുന്നത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ 25,000 ഷെയർസ് ഓഫ് 10 ഈച്ച് ആണ്. 80% കിട്ടുന്നുള്ളൂ. അപ്പൊ 25,000 നമുക്ക് കിട്ടൂല. എത്ര കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി കൊടുത്തത് 2,60,000 രൂപയാണ് പേ ചെയ്തിട്ടുള്ളത്. ഐഡന്റിഫയബിൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് അസറ്റ് 3,00,000 ഉണ്ട്, ലയബിലിറ്റി 50,000 ഉണ്ട്. നമ്മുടെ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയൊക്കെ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? 2,60,000 രൂപയാണ്. 2,60,000 രൂപയാണ്. ഈ 2,60,000 കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ കൊടുത്തത്? രണ്ട് രീതിയിൽ കാണാം. നമുക്ക് ആദ്യം നെറ്റ് അസറ്റ് കാണാം. നെറ്റ് അസറ്റ് എങ്ങനെ കാണാം? നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,00,000 നിന്നും 50,000 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടുന്നത്? 2,50,000 കിട്ടുന്നുണ്ട്. ഈ 2,50,000 നമുക്കുള്ളതാണോ? ഒരിക്കലും അല്ല. നമുക്ക് എത്ര അതിലുള്ളൂ? നമുക്കുള്ളത് അതിന്റെ 80% ഉള്ളൂ. 2,50,000ന്റെ 80% നമുക്ക് അർഹതപ്പെട്ടത്. അപ്പൊ 2,50,000 ഇൻറ്റു 80% കണ്ടാൽ 80% അല്ലെങ്കിൽ 80 ആയിരിക്കണം, 100 കണ്ടു കഴിഞ്ഞാൽ ഈ 2,00,000 നമുക്ക് അർഹത ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ എങ്ങനെ പർച്ചേസ് ഗുഡ്വില്ല് കാണും? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ്. പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ്. പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് കിട്ടണം. അതിന് പർച്ചേസ് കൺസിഡറേഷൻ 2,60,000 നമ്മൾ എടുത്തു. പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് 2,00,000 ആണ്. അപ്പൊ നമുക്ക് വരുന്ന ഗുഡ്വിൽ എത്രയാണ്? 60,000 രൂപയാണ്. ഒന്നാമത്തെ മെത്തേഡ് പ്രകാരം നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ മെത്തേഡ് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറഞ്ഞോ. ഈ കാൽക്കുലേഷൻ ക്ലിയർ ആയോ അല്ലേ എന്നൊന്ന് പറഞ്ഞോളൂ. ഹലോ.
നെറ്റ് പർച്ചേസ് പറയോ അത്? കൺസിഡറേഷൻ എങ്ങനെ? ഒന്നും കൂടി പറയുമെന്ന്. ഓക്കെ. പർച്ചേസ് കൺസിഡറേഷൻ 2,60,60,000 രൂപയാണ്. അതെങ്ങനെ കിട്ടി? കൺസിഡറേഷൻ പേ ചെയ്തത് 260 എന്ന് പറഞ്ഞു. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റും ലയബിലിറ്റിയും തന്നു, അസറ്റ് ആൻഡ് ലയബിലിറ്റി റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞു. അപ്പൊ അസറ്റ് 3 ലക്ഷം, ആ ലയബിലിറ്റി 50,000. അപ്പൊ നമ്മുടെ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ 2,50,000 ആണ്. ഈ 2,50,000 മുഴുവനും നമുക്ക് അർഹതയല്ല. കാരണം എന്താ? എക്സ് ലിമിറ്റഡിന് അർഹത ഉള്ളത് 80% മാത്രമാണ്. അപ്പൊ നെറ്റ് അസറ്റിന്റെയും 80% കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസറ്റ് കണ്ടു. ഈ 2,50,000 അയാൾക്ക് എക്സ് ലിമിറ്റഡ് അർഹതയുള്ള 80% 2 ലക്ഷമാണ്. ആ 2 ലക്ഷം കിട്ടാൻ വേണ്ടിയാണ് 260 കൊടുത്തത്. അപ്പൊ എക്സ്ട്രാ വന്ന 60,000 അഡീഷണലി കൊടുത്തതാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ സർ. ഓക്കെ. ഇനി അതേപോലെ രണ്ടാമതൊരു മെത്തേഡ് നമുക്കിത് ചെയ്യാം. അതെങ്ങനെയാണ്? വീണ്ടും നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ സെയിം തന്നെയാണ്, 260. അതിലേക്ക് നമ്മുടെ നെറ്റ് അസറ്റിലുള്ള നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിലല്ലാത്തത്. അപ്പൊ നെറ്റ് അസറ്റ് അപ്പോഴും നമ്മൾ 250 തന്നെയാണ്. ഈ 250 നിന്നും നമുക്ക് അർഹതപ്പെടാത്തത് എത്ര? 20%. കാരണം 80 അല്ലേ നമുക്കുള്ളത്. അപ്പൊ 20 നമുക്ക് അർഹതപ്പെടാത്തതാണ്. അപ്പൊ 250ന്റെ 20% എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് കൺസിഡറേഷൻ 260 പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ട 50,000 മൈനസ് നെറ്റ് അസറ്റ് എത്ര? 2,50,000. ഇങ്ങനെ ചെയ്താലും ഇത് കിട്ടും. അപ്പൊ എത്ര വരും? 3,10,000 അല്ലെ? 260ഉം 50ഉം കൂട്ടിയ 3,10,000 മൈനസ് 2,50,000. അപ്പൊ എത്ര വരും? 60,000 വരും. ഇങ്ങനെയും ഈ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? രണ്ട് മെത്തേഡും ഓക്കെ ആണോ? എല്ലാരും ഇനി ഒന്നും പറയുന്നില്ല, ഞാൻ ഓക്കെ ആണെന്ന് വിശ്വസിച്ച് പോവാണ്. ഇനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും തന്നിട്ടുണ്ട്, പോസ്റ്റ് അക്വിസിഷനും പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് ഡിഫറെന്റ് ആയി മാറും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മുടെ കൺസിഡറേഷനിൽ നിന്ന് എത്രയാണോ നമുക്ക് കിട്ടുന്ന ഷെയർ, ആ ഷെയർ കുറക്കുക, പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ വാല്യൂ കുറക്കുക. പോസ്റ്റ് കുറക്കാൻ പാടില്ല. പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ ഒക്കെ തന്നെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ നെറ്റ് അസറ്റ് ഒക്കെ എടുക്കുന്നതിന് പകരം നെറ്റ് അസറ്റ് മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പോകുന്നത്. എന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഷെയറും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ അക്യൂർഡും ഷെയർ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ എക്സാമ്പിൾ? സിമ്പിൾ ആണ്. കമ്പനീന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം രൂപ ഉണ്ട് എന്ന് കരുതുക. കമ്പനീന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം ഉണ്ട്. കമ്പനീന്റെ പ്രോഫിറ്റ് 1/4/2025 കമ്പനീന്റെ പ്രോഫിറ്റ് 60,000 രൂപ ഉണ്ട്. അതേസമയം ഈ പ്രോഫിറ്റ് 31/3/2026 ആയപ്പം കമ്പനീന്റെ പ്രോഫിറ്റ് 1,80,000 രൂപയായി മാറിയിട്ടുണ്ട്. 1,80,000 രൂപയായി മാറിയിട്ടുണ്ട്. 60,000 ഉണ്ടായിരുന്നു. കമ്പനിനെ അക്വയർ ചെയ്തത് എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്തത്, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്തതെന്നാണ് 1/8/2025 ഇതിന് കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ, ഇങ്ങനെ അക്വയർ ചെയ്യാൻ കൊടുത്ത പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഗുഡ് വില്ല് കാണുക എന്നുള്ളതാണ്.
അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന്റെ എത്ര ഷെയർ ആണ് അക്വയർ ചെയ്തത്? 75% ഷെയർ ആണ് അക്വയർ ചെയ്തത്. എത്ര ഷെയർ അക്വയർ ചെയ്തത്? 75% ഷെയർ ആണ് അക്വയർ ചെയ്തത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഈ 75% ഷെയർ കിട്ടാൻ വേണ്ടി പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് 1 ലക്ഷമാണ്. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് പർച്ചേസ് കൺസിഡറേഷൻ എത്രയെന്ന് കൊടുക്കുക. നമുക്കറിയാം പർച്ചേസ് കൺസിഡറേഷൻ ക്വസ്റ്റ്യനിൽ കണ്ടെത്തി. എത്രയാണ് വരുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ 6 ലക്ഷം. ഓക്കെ, നോ ഇഷ്യൂ. ഇനി നമുക്ക് പ്രീ അക്വിസിഷൻ, പോസ്റ്റ് നമുക്ക് വേണ്ട, ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് മാത്രം മതി. അപ്പൊ രണ്ടാമത്തെ നമുക്ക് എന്ത് ചെയ്യണം? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. കാരണം കമ്പനി വാങ്ങാന്ന് പറയുമ്പം അതിന്റെ ഷെയർ മാത്രമല്ല, അതുവരെയുള്ള പ്രോഫിറ്റിനും കൂടി ഇയാൾക്ക് അർഹത ഉണ്ട്. അപ്പൊ ഇയാൾ 6 ലക്ഷം കൊടുത്തത് ഷെയറിന്റെ വാല്യൂവിന് മാത്രമല്ല, കമ്പനിന്റെ അടുത്തുള്ള ഓൾറെഡി ഉള്ള റിസർവിനും കൂടെയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റിനും കൂടെയാണ്. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 1/4/2025 വരെയുള്ള 60,000 പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. 60,000 പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അതിന് പുറമെ കമ്പനിനെ അക്വയർ ചെയ്തത് 1/8/2025 ആണ്. 1/8/2025 എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് ഇതിൽ വരണം. അപ് ടു 1/8/2025 എന്ന് പറയുമ്പോൾ എത്ര മാസം ഉണ്ട്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇല്ല, 4 മാസത്തതും കൂടെ കാണണം. അതെങ്ങനെ കാണുക? 1/80 60 തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അത് 1,20,20,000 ആണ്. ഈ 1,20,20,000-ൽ 4 മാസത്തെ പ്രോഫിറ്റ്, ഇത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത, അപ്പൊ എത്ര വരും? 40,000 വരും. അപ്പൊ ടോട്ടൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 1 ലക്ഷം രൂപയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു കാര്യം കൂടെ വേണം, കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത്. കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ എടുക്കുക. കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 ലക്ഷമാണ്. ആ ഷെയർ ക്യാപിറ്റലിന്റെ 4 ലക്ഷം നമ്മൾ ഇവിടെ എടുത്തു വെച്ചു. ഇനിയാണ് കാൽക്കുലേഷൻ. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നോക്കുക. പർച്ചേസ് കൺസിഡറേഷൻ 6 ലക്ഷം ഉണ്ട്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 1/4/2025 വരെ 60,000-വും പിന്നെ അക്വയർ ചെയ്ത പീരീഡ് വരെയുള്ള ഇത് 40,000 ചേർത്തിട്ട് ടോട്ടൽ 1 ലക്ഷം ഉണ്ട്. പിന്നെ ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം ഉണ്ട്. ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. എന്നാലേ എന്റെ അടുത്ത ഡിസ്കഷനിലേക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ. വാഹിദ്, സാന്ദ്ര എല്ലാവരും ഒന്ന് പറഞ്ഞു. ഓക്കെ ആണ്. ഇനി നമ്മൾ നോക്കുക, നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ എടുക്കുക. എത്ര? 6 ലക്ഷം. അതിൽ നിന്നും നമ്മൾ 2 കാര്യം ലെസ് ചെയ്യാൻ പോവാണ്. അയാൾക്ക് കിട്ടിയ 2 കാര്യം എന്തൊക്കെയാണ് കിട്ടിയത്? ഈ 4 ലക്ഷം ഷെയറിൽ അതിന്റെ 75% അയാൾക്ക് കിട്ടി. 4 ലക്ഷം അയാൾക്ക് കിട്ടിയോ? അയാൾ വാങ്ങിയത് 75% ഷെയർ ആണ്. അപ്പം ഷെയർ ഇൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഷെയർ ഇൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര അയാൾക്ക് ഷെയർ ഉള്ളത്? 4 ലക്ഷത്തിന്റെ 75% ഉള്ളൂ. 4 ലക്ഷത്തിന്റെ 75% എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 ലക്ഷം അല്ലേ? 4 ലക്ഷത്തിന്റെ 75% എന്ന് പറഞ്ഞാൽ 3 ലക്ഷം അല്ലേടാ? അതോ 3/25 ആണോ? 4 ലക്ഷത്തിന്റെ 75% എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് 3 ലക്ഷമാണ്. 3 ലക്ഷം തന്നെ. 3 ലക്ഷം. 4 ലക്ഷത്തിന്റെ ഷെയറും അയാൾക്ക് കിട്ടുന്നില്ല, 3 കിട്ടുന്നുള്ളൂ. അപ്പൊ ആ 3 നമ്മൾ കുറക്കുക. 3 ലക്ഷം പ്ലസ് ഇയാൾക്ക് എന്ത് കിട്ടീന്? ഒരു പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും കൂടെ കിട്ടീന്. പക്ഷെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് മുഴുവൻ അയാൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് തൽക്കാലം എങ്ങനെ എഴുതുന്നുണ്ട്? അതെത്ര? 1 ലക്ഷത്തിന്റെ 75%, 75,000 അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ടോട്ടൽ എത്ര കിട്ടി? 6 ലക്ഷം മുടക്കിയതിന് 3,70,75,000 അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി അയാൾ എത്ര? 6 ലക്ഷം കൊടുത്തു. അതിനർത്ഥം 2,25,000 അയാൾ അധികം പേ ചെയ്തിട്ടുണ്ട്. ഇതാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്തത്? ഷെയർ ക്യാപിറ്റലിൽ അയാളുടെ പ്രൊപ്പോർഷൻ എടുത്തു, ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള അയാളുടെ പ്രൊപ്പോർഷൻ എടുത്തു. അത് രണ്ടും അയാൾ ഈ കമ്പനി വാങ്ങുമ്പോൾ അയാൾക്ക് കിട്ടിയതാണ്. ഷെയർ മാത്രമല്ല കിട്ടിയത്, പ്രോഫിറ്റിന്റെ വീതം കൂടെ അയാൾക്ക് കിട്ടിയ. അപ്പൊ പോസ്റ്റ് അക്വിസിഷൻ എന്താ എടുക്കാത്തത്?
പോസ്റ്റ് അക്വിസിഷൻ എങ്ങനെ അയാളെ പർച്ചേസ് കൺസിഡറേഷനിൽ വരിക? അയാൾ വാങ്ങുമ്പം അതുവരെയുള്ള പ്രോഫിറ്റിലല്ലേ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത സമീപകാലത്ത് ഇത്രയും കൂടെ പ്രോഫിറ്റ് വരുന്നുണ്ട്, അതും കൂടെ വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യൂല, കൂട്ടൂല. അതിന്റെ ആവശ്യമില്ല, അങ്ങനെ കൂട്ടേണ്ടതില്ല. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ വീതം ചേർത്തിട്ട് ബാലൻസ് ആണ് ഗുഡ് വില്ല് എന്ന് പറയുന്നത്. ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറഞ്ഞോളൂ. ഡിസ്കഷൻ ഓക്കെ ആണോ അല്ലേ എന്ന് പറഞ്ഞു. ഹലോ 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 എല്ലാരും? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതല്ലല്ലോ. എവിടെയാണ്? ഇത് നമ്മുടെ എക്സാമ്പിൾ 5 കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 5 കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ എക്സാമ്പിൾ 5 ആദ്യം നോക്കുക. അതിലേക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഒരു 10,000 കൂടെ ഉണ്ട് എന്നേ പറയുന്നുള്ളൂ. എക്സാമ്പിൾ 5 എന്തൊക്കെ ഡാറ്റ ഉണ്ടോ അതിലേക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഒരു 10,000 കൂടെ കടന്നു വന്ന എന്തായിരിക്കും അവസ്ഥ നോക്കുക. ആദ്യം 80% ഷെയർ അക്വയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ പർച്ചേസ് കൺസിഡറേഷൻ എടുക്കുക. പർച്ചേസ് കൺസിഡറേഷൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. പർച്ചേസ് കൺസിഡറേഷൻ 2,60,60,000. അതിന് ഇയാൾക്ക് കിട്ടിയ ഇതെന്താണ്? 25,000. ഇതിങ്ങനെ എടുത്ത് അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇത് എടുത്താൽ മതി. ബെസ്റ്റ് ഈ ഒരു മെത്തേഡ് ആണ് കേട്ടോ. നെറ്റ് അസറ്റ് മാത്രം എടുത്താൽ പോലും. അതുകൊണ്ടാണ് 25,000 ഇൻറ്റു 10 അല്ലേ ക്യാപിറ്റൽ. അതിൽ ഇയാൾക്ക് എത്ര ഉള്ളത്? 2,50,000 80% കിട്ടുള്ളൂ. അതാണ് പെയ്ഡ് വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ്. ഷെയർ അക്വയർ ചെയ്തത് അതിന്റെ പെയ്ഡ് വാല്യൂ 2.5 ലക്ഷം ഉണ്ട്. അതിന്റെ 80%. അതിന്റെ 80% എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ. അത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, 2 ലക്ഷം രൂപ. പ്ലസ് ഈ 10,000 പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ അയാൾക്കുള്ള വീതം എത്ര? അതിന്റെ 80%, അതായത് 8,000 രൂപ. ചുരുക്കി പറഞ്ഞ 2,08,000 അയാൾക്ക് എന്ത് ചെയ്യാനുള്ളത്, കിട്ടാനുള്ളത്. ബാക്കി 2,60 2,8 കുറച്ച് കഴിഞ്ഞാൽ 52,000 രൂപയാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. നേരത്തെ 60,000 ആയിരുന്നു ക്വസ്റ്റ്യൻ ചെയ്തെങ്കിൽ ഇവിടെ അയാൾക്ക് ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ 8,000 കൂടെ കിട്ടിയോണ്ട് 52,000 ഗുഡ് വില്ല് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഡിസ്കഷൻ ഓക്കെ ആണോ നോക്കുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനതിന്റെ കാര്യം പറഞ്ഞു, അത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. കാര്യം ചെയ്തതുപോലെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് നമുക്ക് അടുത്ത ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ ആണോ അല്ലേ നോക്കിയിട്ട് പെട്ടെന്നൊന്നും ചെയ്താൽ മതി. പെട്ടെന്ന് ചെയ്തോളൂ. ഒരു 5 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം.
ഇനി കിട്ടുന്നുണ്ടോ? ചെയ്തിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കമന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ്, അതൊന്ന് നിങ്ങൾ ഒന്ന് നല്ല രീതിയിലാക്കുക. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ഗുഡ്വിൽ അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ആണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഇതുവരെ പർച്ചേസ് കൺസിഡറേഷൻ അധികം കൊടുത്തില്ലേ അല്ലെ? 5 ലക്ഷം വേണ്ടടുത്ത് 6 ലക്ഷം കൊടുത്തു. ഇനി 5 ലക്ഷം വേണ്ടടുത്ത് 4 ലക്ഷം പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നുള്ളെങ്കിൽ അതാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തതിന്റെ മറ്റൊരു പതിപ്പ് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. എ ലിമിറ്റഡ് പർച്ചേസിൽ 75% ഓഫ് ബി ലിമിറ്റഡ് 75% പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത് ബി ലിമിറ്റഡിന്റെ ഷെയറിന്റെ കാര്യം 40,000 ഷെയർസ് ഓഫ് 10 ഈച്ച് ആണ്. കൺസിഡറേഷൻ പേ ചെയ്ത് 2,80,000. നെറ്റ് അസെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം, അതുപോലെ തന്നെ 1 ലക്ഷമാണ്. ഇങ്ങനെയാണെങ്കിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ വ്യത്യസ്ത രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. നെറ്റ് അസെറ്റ് എത്ര ഉണ്ട്? 4 ലക്ഷം ഉണ്ട്. ഈ 4 ലക്ഷത്തിന്റെ 75% എന്ന് പറയുമ്പോൾ 3 ലക്ഷമാണ് വരിക. അപ്പൊ ഇയാൾക്ക് കിട്ടിയ പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ് എത്രയാണ്? പ്രൊപ്പോർഷനേറ്റ് നെറ്റ് അസെറ്റ് 3 ലക്ഷമാണ്. അതിന് അയാൾ കൊടുത്തത് 2.80 ഉള്ളൂ. 3 ലക്ഷം കിട്ടാൻ വേണ്ടി 2.80 കൊടുത്തു. ഇത് ശരിക്കും നെഗറ്റീവ് ഗുഡ്വില്ലാണ്. ഇതിനെ അതിനെയാണ് നമ്മൾ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്ന് പറയുന്നത്. 3 ലക്ഷമാണ് നമുക്ക് നെറ്റ് അസെറ്റ് കിട്ടിയതിന്റെ പ്രപ്പോർഷൻ. അതിൽ 2.80 കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇത് സാധാ ചെയ്യുന്ന മെത്തേഡ്. ഇനി മറ്റേ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം? നെറ്റ് നമ്മൾ ചെയ്തത് 2,80,000 കൊടുത്തത്. പ്ലസ് ഈ 4 ലക്ഷം നെറ്റ് അസെറ്റിൽ മറ്റേ ആളുടെ വാല്യൂ എത്ര? അതായത് 25% എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. ഈ 1 ലക്ഷം രൂപ ആഡ് ചെയ്തു. ഇനി നമ്മുടെ നെറ്റ് അസെറ്റ് എത്ര? 4 ലക്ഷം എഴുതാം. അപ്പൊ നമുക്ക് കിട്ടുന്ന 3,80,000 നിന്ന് 4 ലക്ഷം കുറക്കുമ്പോൾ 20,000 മൈനസ് ആണ് വരുന്നത്. ഇതാണ് നമ്മൾ നെഗറ്റീവ് ഗുഡ്വില്ല് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്നൊക്കെ പറയുന്നത്. ഇതാണ്. ഇതിൽ കൂടുതൽ വലിയ ഇതൊന്നുമില്ല. ഇതുവരെ ചെയ്തതിന്റെ നെഗറ്റീവ് ആസ്പെക്ട് വരികയാണെങ്കിൽ അത് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്നുള്ളതിന് പകരം ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ആയി മാറുന്നേ ഉള്ളൂ. ഓക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനിയാണ് 5 മാർക്കിനൊക്കെ ചിലപ്പോൾ കാണാം. അടുത്തൊരു ഏരിയ ആണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഇത് ഓൾറെഡി നിങ്ങൾ പലയിടത്തായി കാൽക്കുലേറ്റ് ചെയ്തു. 1 ലക്ഷമാണ് കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ അതിൽ 75% ഒരാൾ വാങ്ങിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബാലൻസ് വരുന്ന 25%-ത്തിനാണ് മൈനോറിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് 25,000 ആണ് മൈനോറിറ്റി കൺട്രോൾ. അവിടെയും ശ്രദ്ധിക്കുക, ഷെയർ ക്യാപിറ്റൽ മാത്രമല്ല പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള വിഹിതം കൂടെ എടുക്കുമ്പോഴേ മൈനോറിറ്റി കൺട്രോൾ പൂർണ്ണമാവുള്ളൂ. ഒരു കമ്പനിയിലെ മൈനോറിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈനോറിറ്റി ഷെയർ ഹോൾഡറിന് എന്തിലൊക്കെ അയാളുടെ വാല്യൂ ഉണ്ട്? ഒന്ന്, അയാളുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ പ്രൊപ്പോർഷൻ. രണ്ടാമത് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും വേണം, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും വേണം. ഇപ്പൊ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് എടുത്തില്ലല്ലോ, ഇവിടെ എന്തിനാ പോസ്റ്റ് എടുക്കണമെന്ന് ചോദിക്കുന്നതിന് അർത്ഥമല്ല. ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന കമ്പനി വാങ്ങുന്നത് വരെയുള്ള കാൽക്കുലേഷൻ ആണ്. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് വരെ കണ്ടിട്ടാണ് കമ്പനി വാങ്ങുന്നത്. അപ്പൊ ഏറെ കൊടുക്കുന്നത് ഗുഡ്വില്ല. എന്നാൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ഏത് സമയത്തും വാങ്ങിയാലും വാങ്ങിക്കഴിഞ്ഞാലും ഏത് സമയത്തും ബാലൻസ് ഒരു 20% മറ്റൊരിടത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ 25% എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ, അതിന്റെ ഇൻട്രസ്റ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ മാത്രമല്ല ഇൻട്രസ്റ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലും അവർക്ക് എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇതിലുണ്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാൻ 2-3 മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്തുള്ള ഷെയർ എത്ര, അതിലേക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള അവരുടെ വിഹിതം എത്ര, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലുള്ള അവരുടെ വിഹിതം എത്ര, അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? അവരുടെ മൈനോറിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് മെത്തേഡ് 1 ആണ്. മെത്തേഡ് 2 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കാര്യം തന്നെയാണ്. നെറ്റ് അസെറ്റ് കണ്ടിട്ട് നെറ്റ് അസെറ്റിലൂടെയും അതെന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റുന്നതാ. ആ 2 മെത്തേഡും നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. 2 മെത്തേഡാണ് ഉള്ളത്. 2 മെത്തേഡ് എന്ന് പറയാനില്ല, ശരിക്കും ഞാനൊരു ബാലൻസ് ഷീറ്റ് വരച്ച് കാണിച്ചു തരാം. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് അക്വയർ ചെയ്തിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം അക്വയർ ചെയ്തത്? 75% ഷെയർ ആണ് അക്വയർ ചെയ്തത്. ബി ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് കാണിച്ചു തരാം. ബി ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം രൂപയുണ്ട്. 4 ലക്ഷം രൂപയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ. ലയബിലിറ്റീസ് എത്ര ഉണ്ട്? 3 ലക്ഷം രൂപ ലയബിലിറ്റി ഉണ്ട്. 3 ലക്ഷം രൂപ ലയബിലിറ്റി ഉണ്ട്. ടോട്ടൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ എത്ര? 8 ലക്ഷമാണ് ടോട്ടൽ ബാലൻസ് ഷീറ്റ്. ഇതിൽ ഫിക്സഡ് അസറ്റ് 6 ലക്ഷം, കറന്റ് അസറ്റ് 2 ലക്ഷം. ഇപ്പൊ ടോട്ടൽ എത്രയായി മാറി? ഇവിടെയും 8 ലക്ഷമായി മാറി. ഇനി മൈനോറിറ്റി കൺട്രോൾ എങ്ങനെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ മെത്തേഡ് എടുക്കാം. അത് ഷെയർ ക്യാപിറ്റലിൽ മൈനോറിറ്റിക്കാരെ വിഹിതം എത്ര? ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിന്റെ വിഹിതം 4 ലക്ഷത്തിൽ 25%. 75% നമ്മൾ എടുത്തുള്ളത്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടി കുറവുള്ള ആളുടെ. അപ്പം 4 ലക്ഷത്തിന്റെ 25% അയാൾ എടുത്തുള്ളത്. അതായത് 1 ലക്ഷം രൂപ. 4 ലക്ഷത്തിന്റെ 1 ലക്ഷം രൂപ. അത് മാത്രമാണോ അയാൾ എടുത്തുള്ളത്? കമ്പനിന്റെ റിസർവിലുള്ള അയാളുടെ വിഹിതം പ്രോഫിറ്റ് 1 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ അതിലുള്ള അയാളുടെ വിഹിതത്തെ റിസർവിലുള്ള, അതാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രീ അക്വിസിഷൻ വെവ്വേറെ എടുക്കുന്നില്ല. തൽക്കാലം റിസർവ് എടുത്തത്. അതിന് പ്രീ അക്വിസിഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കാണണമെന്നേ ഉള്ളൂ. 1 ലക്ഷത്തിൽ 25% 25,000 രൂപയും അയാളുടെ വിഹിതമാണ്. അപ്പൊ 1,25,000 ആണ് എന്ത് ചെയ്യുന്നത്? മൈനോറിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇത് നേരെ തിരിച്ച് എങ്ങനെ കാണാൻ പറ്റും? മറ്റൊരു മെത്തേഡ് നെറ്റ് അസറ്റ് എടുത്ത് കാണാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും കൂട്ടാ 8 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറക്കാം. അപ്പൊ 5 ലക്ഷം വരും. ഈ 5 ലക്ഷത്തിന്റെ 25% കാണാം. 5 ലക്ഷത്തിന്റെ 25% എന്ന് പറഞ്ഞാൽ 1,25,000 ആണ്. ഇതൊക്കെ നമ്മൾ പരസ്പരം പലതവണ കണ്ട സാധനമാണ്. ഇതിലേക്ക് ഞാൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും കൂടെ കൊണ്ടുവന്നാൽ അതിന്റെ വീതവും കൂടെ ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്ത് മനസ്സിലാക്കുക. അതാണ് കുറച്ചും കൂടെ നന്നാവുക. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, മൈനോറിറ്റിക്കാരന്റെ ഇൻട്രസ്റ്റ് എത്രയാണ് ആ കമ്പനിയിലുള്ള എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. മൈനോറിറ്റിക്കാരന്റെ ഇൻട്രസ്റ്റ് എത്രയാണോ വരുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അതിനുവേണ്ടി ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സാമ്പിൾ 3 ആണ്. എക്സാമ്പിൾ 3 മൈനോറിറ്റി കൺട്രോളും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കും. ഈ ചാപ്റ്ററിലെ ഇപ്പോഴത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ വൈകുന്നേരത്തിനുള്ളിൽ ഈ 3-4 ഡിസ്കഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞു അത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ. കാരണം ഈ 3 കാര്യങ്ങളും നിർബന്ധമായും മനസ്സിലാക്കി അതിൽ നല്ല ഒരു ഡെപ്ത് നോളജ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റ് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടില്ല. വളരെ പുഷ്പം പോലെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കയ്യിൽ കിട്ടും. അതിൽ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ റെക്കോർഡിങ് ഞാൻ ഒരു 1.5 മണിക്കൂർ മാക്സിമം അതിൻ്റെ ഉള്ളിൽ റെക്കോർഡിങ് അവൈലബിൾ. അത് കണ്ട് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്തു വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആക്കും. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കഷൻ മുന്നോട്ട് പോവാം. എക്സ് ലിമിറ്റഡ് ഹാസ് അക്വയർഡ് 75% ഓഫ് ഷെയർസ്. ഷെയർ ക്യാപിറ്റൽ ഓഫ് വൈ ലിമിറ്റഡ് 1/1/2006 അക്വയർ ചെയ്തത്. ഇതിൽ പ്രീ അക്വിസിഷനും കൂടെ വരും കേട്ടോ. അത് നോക്കാം. ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഇതാണ് ഫിക്സഡ് അസറ്റ് 5 ലക്ഷം രൂപ ഉണ്ട്. പിന്നെ കറണ്ട് അസറ്റ് ഉണ്ട് 4 ലക്ഷം രൂപ ഉണ്ട്. ടോട്ടൽ അസറ്റ് എത്ര ഉണ്ട്? 9 ലക്ഷം ഉണ്ട്. ഇനി ഷെയർ ക്യാപിറ്റൽ നോക്കുക. ഷെയർ ക്യാപിറ്റൽ വരുമ്പോൾ 40,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് 6 ലക്ഷം ഉണ്ട്. റീറ്റെയിൻഡ് ഏർണിംഗ്സ് 1,20,000 ഉണ്ട്. കറണ്ട് ലയബിലിറ്റി 1.80 ഉണ്ട്. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി 9 ലക്ഷം ഉണ്ട്. റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഇൻക്ലൂഡ് 32,000 32,000 രൂപയാണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അത് 2025-26 നേടിയിട്ടുള്ള റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആണ്. 25 പറഞ്ഞിട്ടുള്ളത് 32,000 രൂപ. ഇത് ശ്രദ്ധിക്കുക. ഈ 32,000 രൂപയിൽ നമുക്ക് എന്ത് വരാനുണ്ട്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഭാഗമുണ്ട്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഭാഗമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാൽക്കുലേറ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആൻഡ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എടുക്കാം. ഇത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണെങ്കിലും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമുക്ക് എന്തൊക്കെ വേണം? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഡാറ്റ വേണം, പോസ്റ്റ് അക്വിസിഷന്റെ പ്രോഫിറ്റിന്റെ ഡാറ്റ വേണം, പിന്നെ എന്ത് വേണം?
മൈനോറിറ്റി കൺട്രോൾ ബാക്കി എടുക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. 75% ആണ് കിട്ടിയിട്ടുള്ളത് മനസ്സിലാക്കുക. അതായത് എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിന് അക്വയർ ചെയ്യുന്നത് 75%. അപ്പൊ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലുള്ളത് 25% ഷെയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്താ കാണേണ്ടത്? നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നാണ് കമ്പനി അക്വയർ ചെയ്തത്? 1/1/2026 1/1/2026 കമ്പനിനെ അക്വയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കുക. ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് എത്രയാണ്? റിസർവ്സ് അല്ലെങ്കിൽ റീറ്റെയിൻ ഏർണിങ്സ് 1,20,000 ഉണ്ട്. ബാലൻസ് ഷീറ്റിലുള്ള റിസർവ് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. 1,20,000 ആണ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഉള്ളത്, 1,20,000. എന്നാൽ അതേസമയം നമ്മോടൊരു കാര്യം പറയുന്നുണ്ട്. ഈ വർഷം നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ഡ്യൂറിങ് ദ 25-26 നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് എത്രയേ ഉള്ളൂ? 32,000 ഉള്ളൂ. ടോട്ടൽ റീറ്റെയിൻഡ് ഏർണിങ്സ് 1,20,000 ഉണ്ട്. അതിൽ ഈ വർഷം ഏൺ ചെയ്തത് 32,000 ആണ്. അപ്പൊ അതിന് മുൻപുള്ള റീറ്റെയിൻഡ് ഏർണിങ്സ് പൂർണ്ണമായിട്ടും എന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അതായത് 88,000 രൂപ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് മാത്രമാണ്. പക്ഷെ ഈ 32,000 പ്രീ അക്വിസിഷൻ പാർട്ടും ഉണ്ട്, പോസ്റ്റ് അക്വിസിഷൻ പാർട്ടും ഉണ്ട്. ഈ 88,000 രൂപ 88,000 റുപ്പീസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് എന്നാണ് നമ്മുടെ ഡിസ്കഷൻ. അത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. അത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം. ടോട്ടൽ കമ്പനിക്ക് 1,20,000 റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. അതിൽ ഈ വർഷം മാത്രം 32,000 ഏൺ ചെയ്തു. അപ്പോ കഴിഞ്ഞ വർഷം തുടങ്ങുമ്പോൾ 88,000 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ ആണോ എന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തോ, സ്പീഡാക്കാം. ഓക്കെ, അപ്പൊ ഇനി പ്രീ അക്വിസിഷന്റെ കാൽക്കുലേഷനിലേക്ക് പോവാണ്. ഒന്ന് നമ്മോട് ചോദിച്ച് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്ര എന്നുള്ളതാണ്. NCI കാണണമെങ്കിൽ അതും കൂടെ കാണണ്ടേ, അതുകൊണ്ടാണ്. കാൽക്കുലേഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അതിനാദ്യം പ്രോഫിറ്റ് ഓൺ 1/4/2025 അതെങ്ങനെ കിട്ടി? 1,20,000 കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആയിട്ടുള്ള ഈ വർഷത്തെ പ്രോഫിറ്റ് ആയിട്ടുള്ള 32,000 കുറച്ചു. അപ്പൊ കിട്ടിയതാണ് 88,000. ഇനി ശ്രദ്ധിക്കുക, കമ്പനിനെ അക്വയർ ചെയ്തത് 1/1/2026 അതായത് 1/4/2025 മുതൽ ഈ 1/1/2026 വരെ വരുന്ന 9 മാസം പ്രീ അക്വിസിഷൻ പീരീഡിലാണുള്ളത്. അപ്പൊ ആ കാലയളവിൽ വരെയുള്ള പ്രോഫിറ്റും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് അപ് ടു 1/1/26 അല്ലെ? അതെങ്ങനെ കാണും? 32,000 ആണ്. 32,000 ഇൻറ്റു 9/12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അത് എത്ര വരും? 9/12 ചെയ്യുമ്പോൾ 24,000 വരും. അപ്പൊ ടോട്ടൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,12,000 ആണ്. 1,12,000 ആണ്. ഈ ഡിസ്കഷൻ ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറഞ്ഞോളൂ. ഈ ഡിസ്കഷൻ ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് പറയും. ഓക്കെ ആണ് സാർ. ഓക്കെ, വാഹിദ് ഓക്കെ ആണ് സാർ. ഓക്കെ. ഇനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ക്ലിയർ ആയ രണ്ടാമത്തത് പോസ്റ്റ് അക്വിസിഷൻ ആണ്. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് രണ്ട് രീതിയിൽ കാണാം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കാണാം? ഒന്ന് വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ 32,000 ഉണ്ട്, അതിൽ പ്രീ അക്വിസിഷൻ 24,000 ഉണ്ട്. അപ്പൊ വരുന്ന ബാലൻസ് 8,000 എന്താണ്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ഇതല്ലാതെ എങ്ങനെ കാണാം? രണ്ടാമത്തെ മെത്തേഡ് 32,000 ഇൻറ്റു 3/12 ചെയ്യുമ്പോഴും നമുക്ക് 8,000 കിട്ടും. യെസ് ഓർ നോ? യെസ്. ഇനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നല്ലോണം ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ
ആദ്യം നമ്മൾ പ്രീ അക്വിസിഷൻ പോസ്റ്റിലൊക്കെ ഇവരുടെ വീതം എടുക്കണം. പക്ഷെ അതിനു മുന്നായിട്ട് കമ്പനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്താ, അയാളുടെ ഷെയർ ക്യാപിറ്റലും കൂടെ അയാളുടെ ഈ കൺട്രോളിന്റെ ഭാഗല്ലേ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ കമ്പനിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗല്ലേ. അപ്പൊ 6 ലക്ഷം രൂപയാണ്. കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 6 ലക്ഷം രൂപയാണ്. ഈ 6 ലക്ഷത്തിൽ മൈനോറിറ്റിക്കാരന്റെ വിഹിതം എത്രയാണ്? മൈനോറിറ്റിക്കാരന്റെ വിഹിതം 25% മാത്രമാണ്. അപ്പൊ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ പ്രൊപ്പോർഷനേറ്റ് ഷെയർ capital of minority shareholder മൈനോറിറ്റി ഷെയർ ഹോൾഡറിന്റെ പ്രൊപ്പോർഷനേറ്റ് ഷെയർ ക്യാപിറ്റൽ എത്ര? 6 ലക്ഷത്തിന്റെ 25%. അത്ര വരും. 6 ലക്ഷത്തിന്റെ 25% എന്ന് പറഞ്ഞാൽ 1,50,000 രൂപ. ഇനി ആഡ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പാപ്പ് നെയ്തുണ്ട് കേട്ടോ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്ര? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 1,12,000 ആണല്ലോ. ഈ 1,12,000 അയാളെ വീതം എത്ര? 1,12,000 ഇൻറ്റു 25%. 1,12,000 അയാളുടെ 25%. 1,25,000 പറഞ്ഞാൽ 25, 12ന്റെ 25 പറഞ്ഞാൽ 3,000. അപ്പൊ 28,000 രൂപ വരും. 28,000 രൂപ വരും. പ്ലസ് പ്രപ്പോർഷനേറ്റ് ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഷെയർ എത്ര? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 8,000 ആണ്. അയാളുടെ 25%. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 8,000 ആണ്. അതിന്റെ ഒരു മിനിറ്റ് കേട്ടോ, ഇവിടെ അനാവശ്യമായിട്ടുള്ള ഓരോ സാധനം വായിക്കാണ്ട് പിന്നെ കൺഫ്യൂഷൻ ആയിക്കാണ്ട്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉള്ള അയാളുടെ ഷെയർ എത്ര? 8,000ന്റെ 25%. 8,000 ഇൻറ്റു 25% എത്ര വരും? 2,000 രൂപ വരും അല്ലെ. ടോട്ടലി 1,80,000 ആണ് മൈനോറിറ്റി കൺട്രോൾ. 1,80,000. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്നാൽ ഇതൊക്കെ വലിയ സംഭവമാണെങ്കിലും മൈനോറിറ്റി കൺട്രോൾ കാണാനുള്ള മറ്റൊരു മെത്തേഡ് പെട്ടെന്ന് ഞാൻ പറയാം. കമ്പനിയുടെ നെറ്റ് അസെറ്റ് കാണാം ആദ്യം. നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞത് എപ്പോഴും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഈ മെത്തേഡ് പറയാത്തത്. ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറ്റും. കമ്പനിന്റെ നെറ്റ് അസെറ്റ് എത്ര നോക്കുക. കമ്പനിന്റെ അസെറ്റ് നോക്കുക. അസെറ്റ് എത്ര? 9 ലക്ഷം ഉണ്ട്. അതിന്ന് ലയബിലിറ്റി കുറക്കുക. 1,80,000 അല്ലെ. 9 ലക്ഷം അല്ലേ അസെറ്റ്. പ്രോപ്പർട്ടിയും കറണ്ട് അസറ്റും കൂട്ടുന്ന അതിന് 1,80,000 കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 7,20,000 വരും. ഒന്നാമത്തെ മെത്തേഡ് അനുസരിച്ച് 7,20,000 വരും. ഈ 7,20,000ന്റെ 25% ഒന്ന് കണ്ടുനോക്കൂ. 7,20,000ന്റെ 25% കണ്ടുനോക്കൂ. 1,80,000 വരുന്നുണ്ടോ? വരുന്നില്ലടാ. ഇത് എപ്പോഴും ചെയ്യാൻ പറ്റൂല കേട്ടോ, ചിലതിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മറ്റേ മെത്തേഡ് തന്നെ എപ്പോഴും നമ്മൾ നോക്കുന്നത്. 1,80,000 വരുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി അതേപോലെ തന്നെ ഇതാ ഇവിടെ നെറ്റ് അസെറ്റ് എടുക്കാൻ മറ്റൊരു മെത്തേഡ് ഇല്ല. അതേതാ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റേൺ ഏർണിങ്സും മാത്രം കൂട്ടുക. അതും 7,20,000 വരും. ആ 7,20,000ന്റെ 25% കാൽക്കുലേറ്റ് ചെയ്താലും 1,80,000 കിട്ടും. അപ്പൊ മൈനോറിറ്റി കൺട്രോൾ കാണാൻ ആദ്യത്തെ മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. എക്സാമിന് 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ഇതിങ്ങനെ വാരി വലിച്ച് എഴുതിയിട്ട് 5 മാർക്കിന് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് എപ്പോഴും മറ്റേ മെത്തേഡാണ് എല്ലാ സമയത്തും കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ആ ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂ ഒക്കെ മാറിക്കഴിഞ്ഞാലൊക്കെ ഇഷ്യൂ ഉണ്ട്. ലയബിലിറ്റി, ഈ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി എല്ലാം എടുക്കുന്ന സാഹചര്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഏറ്റവും നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഈ പറഞ്ഞ മെത്തേഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. പ്രോഫിറ്റ് എത്രയാണ്, ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ എത്രയാണ്, അതൊക്കെ വെച്ച് ചെയ്യാം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓക്കെ ആണോ അല്ലേന്നൊന്ന് പറയാം.
ഹലോ വാഹിദ്. ഓക്കെ ആണ്. അപ്പൊ ഇന്ന് ഇത് നല്ലപോലെ തീർക്കുക. ഇനി നമുക്ക് ആകെ ബാലൻസ് ഷീറ്റ് ചെയ്യാനാണുള്ളത്. അതിന്റെ ക്ലാസ് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് മാക്സിമം നമുക്കൊരു 5 to 7 പറ്റൂടാ. 5 to 7 അതിന്റെ ഇടയിലൊന്ന് ഒരു 10 മിനിറ്റ് ഒരു റെസ്റ്റ് വേണ്ടി വരും. അത് മഗ്‌രിബിന്റെ സമയമൊക്കെയാണ്, അതുകൊണ്ടാണ്. 5 to 7 ഓക്കെ ആണോ എന്ന് നിങ്ങൾ പറ കേട്ടോ. ഓക്കെ. അപ്പം നമുക്ക് ഇപ്പൊ തൽക്കാലം ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ചോദിക്കും? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാര്യങ്ങളൊക്കെ? ഓക്കെ അല്ലേ കാര്യങ്ങൾ ഡിസ്കഷൻ? ചെറിയൊരു ഇത് വരുന്നുണ്ട്, എന്നാലും മനസ്സിലാവുന്നുണ്ട് കുറെയൊക്കെ. ഒന്ന് നല്ലൊന്ന് പ്രാക്ടീസ് ചെയ്യാട്ടോ. അതിനാണ് നമ്മൾ 2 സെഷൻ തന്നെ ആക്കുന്നത്. മറ്റേ ഇനി 1 മണിക്കൂറും കൂടെ ഒക്കെ ഡിസ്കസ് ചെയ്താൽ തീരും ഒരു പക്ഷെ ഇത് വെവ്വേറെ ഈ ഒരു ഏരിയയിൽ പ്രീ കൺസ്ട്രക്ഷൻ, പോസ്റ്റ് കൺസ്ട്രക്ഷൻ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, ഇതിന്റെ മൊത്തത്തിൽ ഏരിയ ഒന്ന് നല്ലോണം നോക്കി പോരും. ഓക്കെ, എനിവേ ഞാനിവിടെ അവസാനിപ്പിക്കാം.